ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്. ജീവിതത്തിൽ ആരെയും ഗീബത്ത് പറയാത്ത ആളാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത ഹറാം. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ആരെയും ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആ വിഷയത്തിൽ പരാജിതരായിരിക്കും. ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അൽ-അദ്കാറിൽ പറഞ്ഞല്ലോ, ഒരാളുടെ വസ്ത്രത്തിൽ, അയാളുടെ വാഹനത്തിൽ, അയാളുടെ സ്വഭാവത്തിൽ, അയാളുടെ പെരുമാറ്റത്തിൽ, അയാളുടെ ഇബാദത്തിൽ, അയാളുടെ സംസാരത്തിൽ, അയാളുടെ നടത്തത്തിൽ, അയാളുടെ ഭാര്യയിൽ, അയാളുടെ ഉപ്പയിൽ, അയാളുടെ കുടുംബത്തിൽ, അയാളുടെ മക്കളിൽ, അയാളിൽ ഉള്ള ഏത് കാര്യത്തിലും അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയല് ഗീബത്ത് തന്നെയാണ്. ഗീബത്ത് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടൂലോ. അയാളുടെ ഇബാദത്ത് മുഴുവനും ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് കൊടുക്കണം എന്നല്ല ഇസ്ലാമിലെ നിയമം. പല ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കൂല എന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയണത്. അതിന് ലളിതമായ ഒരു ഉദാഹരണം നമുക്ക് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുള്ളയുടെ താജുൽ അറൂസിൽ കാണാൻ പറ്റും. നമ്മളെ ഒരു രാജാവിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി. കോഴിക്കോട് എയർപോർട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഫ്ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വേഗം ക്ലിക്കാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ നിന്ന് ഇത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കത്തിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു രാജാവ് നമ്മുടെ ഒരു സംസാരത്തിന്റെ ക്ലിപ്പ് കേട്ടിട്ടോ, ലേഖനത്തിന്റെ ഒരു ഭാഗം കണ്ടിട്ടോ, നമ്മുടെ ബിസിനസ്സിലെ പെർഫോമൻസ് കണ്ടിട്ടോ, ഏതോ ഒരു രാജാവ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിൽ തന്നെ, എമിറേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തിഹാദ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് വേണ്ട നമുക്ക്, അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ തന്ന് വിസയൊക്കെ അയച്ചെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. രാജാവിന്റെ സവിധത്തിലെത്തി. രാജാവ് മൂന്നാമത്തെ ഉള്ളിന്റെ ഉള്ളിലെ റൂമിലെ ഉള്ളത്. ഒന്നാമത്തെ റൂമും രണ്ടാമത്തെ റൂമും മൂന്നാമത്തെ റൂമിലേക്ക് എത്തി. സോഫമിൽ ഇങ്ങനെ രാജകീയ സ്വീകരണത്തോടുകൂടി അവിടെ ഇരിക്കുമ്പോ രാജാവ് ഇതാ സംസാരിക്കാൻ വന്ന് ഇരുന്ന് അപ്പോഴുണ്ട് ബേക്കുന്ന ഒരാൾ നമ്മളെ തോണ്ടുന്നു. എന്നെ മനസ്സിലായോ? ഇല്ല. എന്റെ കൂടെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചു. 4ാം ക്ലാസ്. എന്താ പേര്? മാറൂഫ്. എന്നിട്ട് എന്നെ അറിയില്ലേ? പേരെന്നെ അറിയപ്പെട്ട ആളാണല്ലോ. അറിയില്ലേ? ചെറിയൊരു ഓർമ്മ. എന്താ ഇപ്പൊ ഇവിടെ വന്നതിന്റെ കാര്യം? നീ ഇവിടെ വരുന്നതിന് അറിഞ്ഞ, അതുകൊണ്ട് എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് വന്നതാണ്. എന്താ ഇപ്പൊ വന്നതിന്റെ താല്പര്യം? നമ്മള് 4ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുമ്പോ അന്നൊരു കുക്കീസിന്റെ മിഠായി വാങ്ങാൻ നിന്റെ കയ്യിൽ 25 പൈസ ഇല്ലാത്തതുകൊണ്ട് അന്ന് എന്നോട് കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു തന്നിട്ടില്ല. സംഭവം ഇപ്പം 10-28 കൊല്ലായിന് അത് കൊണ്ടാന്നു. എത്ര നാണക്കെട് പരിപാടിയായിരിക്കും അല്ലേ? നമുക്ക് തന്നെ എന്തൊരു ബോറായി തോന്നും. അപ്പൊ ഇപ്പുറത്തുനിന്ന് വേറൊരാൾ തോണ്ടിട്ട് പറയാ, അന്ന് നീ സ്കൂൾ പോകുന്ന സമയത്ത് ബസ്സിന് പാസ് എടുക്കാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ഫുൾ ക്യാഷ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് 2 രൂപ തന്നിന് കൊണ്ടുപോകുന്നു. എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ആഖിറത്തിൽ നമ്മളെ ഭാര്യന്റെ ഉമ്മ നമ്മളെ തോണ്ടിട്ട്, പുതിയാപ്പളെ ഗീബത്ത് പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്ന് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്, കൊണ്ടുവന്നു. നിസ്കാരവും നോമ്പും ഈ ഭാഗത്തൊക്കെ കൊണ്ടുവന്നു. എങ്ങനെ ഉണ്ടാവും? എന്തൊരു നാണക്കെട് പരിപാടിയായിരിക്കും. എന്ത് നാണക്കെടായിരിക്കും. നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കി തരികയാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ്. ബുഖാരി ഇമാമ അഭിമാനത്തോടെ പറയുന്നുണ്ടോ, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത ഹറാം. ഞാനൊരു മനുഷ്യനെ ഈ ദുനിയാവില് ഗീബത്ത് പറഞ്ഞിട്ടില്ല. മഹാൻ തന്നെ പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാള് എന്നെ പറ്റിയിട്ട് ആഖിറത്തിൽ അള്ളാഹിനോട് പരാതി പറയേണ്ട ഒരവസ്ഥ ഞാൻ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ഒരാളെ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ ഇമാമിങ്ങളെല്ലാം. സഹാബി ഇമാം പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഞാനൊരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞിട്ടില്ല.
ആ വഴിയിലേക്കാണ് നമ്മളൊക്കെ വരേണ്ടത്. വയലിനെ കുറിച്ച് കമന്റ് അടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല വയലല്ലേ പോരെ. ഞാൻ ഇടക്കിടക്കൊക്കെ ക്ലിപ്പൊക്കെ കേൾക്കാറുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് നേരിട്ട് കേൾക്കണത്. ഈ കമന്റ് കൊണ്ടൊന്നും ആഖിറത്തിൽ ഉപകാരമൊന്നുമില്ല. ഇനി ദുനിയാവിൽ ഈ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. അധികം പരിചയമില്ലാത്ത നാടാണിത്. ഉണ്ടാവൂല, പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. ഉപകാരം ഉണ്ടാവല് വൈന്നമല്ലേ ഇൽമുമ നഫഅ. ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പോരണത്, ജീവിതത്തിലേക്ക് പോരണം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഇത്രയെല്ലാം പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ബുഖാരി ഇമാം റഹിമഹുല്ലാഹിനെ കുറിച്ച് സിയറു അലാമിൻ നുബല എഴുതിയല്ലോ. ബുഖാരി ഇമാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അനാവശ്യമായി ഒരു വാക്ക് പോലും മഹാ മിണ്ടൂല എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും മിണ്ടൂല എന്നുള്ളതാണ്. ഒരൊറ്റ വാക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലങ്ങളോളം വായയില് കല്ല് വെച്ച് നടന്ന ആളാ. അനാവശ്യം മുണ്ടിപ്പോവോന്ന് പേടിച്ചിട്ട്. കല്ല് വായിലുണ്ടാവുമ്പോൾ സംസാരിക്കലും നടക്കൂലല്ലോ. വായില് കല്ലങ്ങ് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. സിദ്ദീഖ് തങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര നമ്മൾ ശ്രദ്ധിക്കണം. സിദ്ദീഖ് തങ്ങൾ 11 കൊല്ലക്കാലം വായില് കല്ല് വെച്ച് നടന്നിരുന്നു. 11 വർഷക്കാലം. ഒരു മഹാന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. 20 കൊല്ലം മഹാനവറുകൾ മിണ്ടാതിരിക്കാൻ പരിശീലിച്ചിരുന്നു. 20 കൊല്ലം, 20 വർഷം. നല്ലത് മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തിയറി. നല്ലത് മിണ്ടണില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഫല്യകുൽ ഖൈറൻ ഔലിയസ്മുത്ത് എന്ന് പറഞ്ഞ ദോനോ ബറാബർ ഹേ പാർട്ടല്ല. ഒന്നിക്ക് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അല്ല ഇസ്ലാം. നല്ലത് മിണ്ടുക, ഇതാണ് ഇസ്ലാമിലെ പ്രിയോറിറ്റി. അഥവാ നല്ലത് മിണ്ടുന്നില്ലെങ്കിൽ മാത്രം മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ അല്ലാതെ എന്തല്ല, നല്ലത് മിണ്ടലും മിണ്ടാതിരിക്കലും ഒരേ കൂലിയല്ല ഇസ്ലാമില്. പിന്നെ നല്ലത് മിണ്ടണം എന്നുള്ളതാണ് ഇസ്ലാമിലെ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക. അഥവാ നല്ലത് മിണ്ടണില്ല എങ്കിൽ മിണ്ടാതിരിക്കണം. അപ്പോൾ നമ്മുടെ വായില് മിണ്ടുന്നതെല്ലാം നല്ലയാവണം. നല്ലത് മിണ്ടണില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. സംസാരിക്കാൻ പഠിച്ച പോലെ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്നാ റിസാലത്തുൽ ഖുശൈരി അതിനെക്കുറിച്ച് എഴുതി വെക്കണത്. സംസാരിക്കാൻ പഠിച്ച പോലെ മിണ്ടാതിരിക്കണം. മൗനം, മിണ്ടാതിരിക്കൽ അത് കുറവല്ല, അതൊരു അഭിമാനമാണ്, അതൊരു ചികിത്സയാണ്, അതൊരു പ്രതിരോധമാണ്, അതൊരു ആത്മീയ പ്രവർത്തനമാണ്. ഇയാളൊന്നും മിണ്ടൂല, മീറ്റിങ്ങിന് വന്നാല് ഗ്രൂപ്പിലൊന്നും ചങ്ങായി മിണ്ടൂല. മിണ്ടാതിരിക്കൽ ഒരു ബുദ്ധിമാന്റെ അടയാളം. അതാണ് സംഭവം. ചറബറാ പറയലല്ല, ടോക്കറ്റീവ് ആവലല്ല, മിണ്ടാതിരിക്കണം. എല്ലാത്തിലും കയറി ഇടപെടണ്ട. എല്ലാ വോയിസും കേൾക്കണമെന്നില്ല, എല്ലാത്തിനും പ്രതികരിക്കണം എന്നില്ല. അതൊന്നും നമുക്ക് പറ്റിയതല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യത്തിന് മാത്രം മിണ്ടിയാൽ മതി. 3 മാസക്കാലം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്ത ആള് പറയുന്നുണ്ട്, എന്നോട് ആകെ മഹാ മിണ്ടിയത് മോന്റെ നാടയുടെ ഡമസ്കസ്, നല്ല നാട്, അതല്ലാതെ ഒരു വാക്ക് മിണ്ടിയില്ല. ഏതിലാണ് യാത്ര ചെയ്തത്? ഫ്ലൈറ്റിലാണെങ്കിൽ സീറ്റ് മുമ്പിലും ബേക്കിലും എന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാം. കാറിലാണെങ്കിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും ഒന്നും നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇത് കുതിരപ്പുറത്താ, ഒന്നിച്ച് മുലാസഖൻ, തൊട്ടുരുമ്മിയിട്ടുള്ള യാത്ര. 3 മാസക്കാലം ആകെ മിണ്ടിയതും ഒറ്റൊരാശയം, വേറൊന്നും മിണ്ടിയില്ല. മിണ്ടാതിരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അനാവശ്യങ്ങൾ മിണ്ടാതെ ലോകം നയിച്ച ഇമാമുമാരാണ് നമ്മുടെ മുൻഗാമികൾ. അത് അവരുടെ നേതാവാണ് സയ്യിദുന ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ലോകം കണ്ട പ്രതിഭയെ ഷെയ്പ്പ് ചെയ്യുന്നിടത്ത് അവരുടെ ഉപ്പയും ഉമ്മയും നിർവഹിച്ച വൈറ്റൽ റോളിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കാൻ പോകുന്നത്. ഉമ്മ ദ്വാരക്കും, എപ്പം ദ്വാരക്കും, പൊട്ടിക്കരഞ്ഞ ദ്വാരക്കും, എന്റെ മോൻക്ക് കാഴ്ച. ആ കാഴ്ച വെറും കാഴ്ച അല്ല, ഇൻസൈറ്റ്, അകക്കാഴ്ച. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ ലോകത്തെ കാണാനുള്ള കാഴ്ചയായി ഇമാം ബുഖാരി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. ആ കാഴ്ച കൊണ്ട് കിട്ടിയ ഫലം എന്താണ്?
അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാം, അത് കഴിഞ്ഞതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം ഒരു മനുഷ്യൻ എഴുതിയ ഒരു കിതാബ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? ആ മനുഷ്യന്റെ ഫലം എന്തായിരിക്കും? എങ്ങനെ ഇത് രൂപപ്പെടുത്തിയത്? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. മഹാന്റെ കയ്യിൽ 100 ദിർഹം അല്ല 1000 ദിർഹം ഉണ്ടായിരുന്നു. 1000 ദിർഹം കയ്യിൽ കരുതിയിരുന്നു. ഇതൊരു കള്ളനായ ഒരാൾ കണ്ടു. ബാഗിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ബുഖാരി ഇമാമിന് ഖിദ്മത്ത് എടുക്കണ പോലെ, അങ്ങനെ സേവനം ചെയ്യുന്ന പോലെ ഒരു ഉഡായിപ്പ് കളിച്ചു. അങ്ങനെ ഉണ്ട് ചിലയാര് ഖാദിമായിട്ട് നേടിയെടുക്കണ്ടല്ലോ നേടിയെടുക്കും. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കളി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റിപ്പറ്റിട്ട് തന്നെ അയാൾ നിന്നു. കപ്പൽ യാത്ര ആരംഭിച്ചു. എല്ലാവരും ഉറക്കിലേക്ക് നീങ്ങുന്ന സന്ദർഭം ഇയാളും ഉറക്കം അഭിനയിച്ചു. പെട്ടെന്ന് നെട്ടിയിട്ട് അട്ടഹാസം. എന്താ അട്ടഹാസത്തിൽ അയാൾ പറയണത്? എന്താ? എന്റെ 1000 ദിർഹം കാണുന്നില്ല. എല്ലാവരുടെയും ബാഗ് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത് കേട്ട് തന്റെ ബാഗിൽ നിന്ന് 1000 ദിർഹം എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കടലിലേക്ക് ഒഴിവാക്കി. കുറെ നേരം വരുതി, എല്ലാവരുടെയും ബാഗ് വരുതി. ആരിൽ നിന്നും കിട്ടാതിരുന്നപ്പോ ആൾക്കാർ ഇയാളോട് ചൂടായി. വെറുതെ മനുഷ്യന്മാരുടെ ഉറക്കം കെടുത്താന്, വെറുതെ മനുഷ്യന്മാരുടെ സമയം കളയാന്. ആരെങ്കിലും നിന്റെ പണം എടുത്തിനെങ്കിൽ എന്തായാലും ഇത് കപ്പലല്ലേ, വേറെ എവിടെയും പോകില്ലല്ലോ. ബാഗിൽ ആരുടേതെങ്കിലും ഒക്കെ ഉണ്ടാവൂലേ? ഒരാടെ കയ്യിലും ഇല്ലല്ലോ. അങ്ങനെ യാത്ര കരയിലേക്കെത്തി. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുമ്പോൾ ഇയാൾ ഓടിപ്പോയിട്ട് ചോദിച്ചു, നിങ്ങൾ യാത്ര ആരംഭിക്കുമ്പോ 1000 ദിർഹം കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതെവിടെ പോയി? അൽഖൈതുഹാ ഫിൽ ബഹർ. ഞാൻ അത് കടലിലേക്ക് എറിഞ്ഞു. എന്തേന്ന് വെച്ചു? ഞാൻ എത്ര കാലം കൊണ്ട് സൂക്ഷ്മമായ ജീവിതം കൊണ്ട് നേടിയെടുത്തതാ ഉമ്മത്തിന്റെ മനസ്സിൽ. ഞാനൊരു വിശ്വസ്തനാണ്, കളവ് ചെയ്യില്ല, പറയില്ല എന്നുള്ളത്. ഇനിയും എന്റെ ജീവിതത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് ഖിദ്മത്ത് എടുക്കണം. ആ കാലത്തൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസിന് എന്റെ ജീവിതത്തിലെ ബാഗിൽ ഒരു 1000 ദിർഹം ആരെങ്കിലും കണ്ടിട്ട് ആ ഹദീസിന് പോറലേൽക്കാൻ പാടില്ല. 1000 ദിർഹം പോയാലും എന്റെ മുത്തുനബിയുടെ ദീൻ എന്നെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റുന്ന പോലെ സംരക്ഷിക്കും. കണ്ടോ നിങ്ങൾ? ഈ ബുഖാരി ഇമാമിനെ ഇത്രമേൽ സൂക്ഷ്മതയുള്ള മോനാക്കി മാറ്റുന്നിടത്ത് അവിടുത്തെ ഉപ്പയും ഉമ്മയും അത്രമേൽ അധ്വാനിച്ചിരുന്നു. ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹു എന്നല്ലേ നമ്മൾ വായിക്കാറുള്ളത്. ആ വാപ്പ വഫാത്താവുമ്പോ അടുത്തുള്ള ആളോട് പറയുന്നുണ്ട്, എനിക്കിഷ്ടം പോലെ സ്വത്തുണ്ട് എന്റെ മോനിക്ക് വേണ്ടിയിട്ട്. ഈ സ്വത്ത് എന്റെ മക്കൾക്കുള്ളതല്ലേ. ഈ സ്വത്തിൽ 1 ദിർഹമോ 1/2 ദിർഹമോ ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് ഹറാമോ ഹലാലാണോന്ന് ഡൗട്ടുള്ളത് പോലും ഇല്ല. ഫുൾ സൂക്ഷ്മതയിൽ ഞാൻ സമ്പാദിച്ചതാ. ഈ സ്വത്താണ് എന്റെ മോൻ ജീവിതത്തിൽ ഹദീസിന് ഉപയോഗിക്കേണ്ടത്. 10 ഗുണം 10 ഗുണം. കണ്ടോ? ഉപ്പ ശുദ്ധനാ, ഉപ്പ പരിശുദ്ധനാ. അതിന്റെ ഫോട്ടോസ്റ്റാറ്റാ ബുഖാരി ഇമാം. ഒറിജിനൽ കോപ്പി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റിനും അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? സിയറു അഅ്ലാമിൻ നുബലാഇൽ ഹാഫിദു ദഹബി ഈ ചരിത്രം കൊണ്ടുവരുന്നു. കണ്ടോ? ഞാനിപ്പോ ബുഖാരി ഇമാമിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു പ്രഭാഷണമായിട്ടല്ല കൊണ്ടുവരുന്നത്. നമ്മുടെ ആത്മാർത്ഥമായ ദുആ ആണ് മക്കളുടെ സ്വലാഹിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് ദുആർക്കുമ്പോ പറയും, എന്റെ മോനെ അലിയനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവൂലേ, നീ തന്നെ ഏറ്റെടുക്കണേന്ന്. അങ്ങനെ തന്നെ പറയും. ആ മോന് ലോകം കണ്ട സൂഫിയായി. ഖുർആൻ ആയത്ത് കേട്ട് അർത്ഥം ചിന്തിച്ച് ബോധം നഷ്ടപ്പെട്ടിട്ട അലി ഇബ്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുമാ വഫാത്താവുന്നത്. അങ്ങനെ വഫാത്താവുന്നത് ഉപ്പാന്റെ ദുആഇന്റെ ഫലാണത്. ലോക ചരിത്രത്തില് ഏതേത് മഹാന്മാരുടെയും പിന്നില് ഉസ്താദിന്റെ, ഉപ്പാന്റെ, ഉമ്മാന്റെ ആരുടെയോ ഒരു പൊരുത്തം, ഒരു ദുആ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും.
ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ മുഴുവൻ ഇമാമിങ്ങളുടെയും ചരിത്രത്തില് ഏതെങ്കിലും ഒരു പൊരുത്തുണ്ടാവും. ഉറപ്പാണത്. ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മഹാൻ നമുക്ക് കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ പേരെഴുതി ഒരു പേപ്പർ ചെളിയിൽ കിടക്കുന്നുണ്ട്, എടുത്തു വൃത്തിയാക്കി. കയ്യിലുണ്ടായിരുന്ന 2 ദിർഹം അതിനെ കൊണ്ട് ഒരു സുഗന്ധം വാങ്ങി, അത്തർ വാങ്ങി പുരട്ടി ഏറ്റവും മനോഹരമായി സൂക്ഷിച്ചു. അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഉടനെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്താ അറിയാ? ലാ ഉതയ്യിബന്ന ഇസ്മക ഫിദ് ദുനിയ വൽ ആഖിറ. ബിശ്ർ, ദുനിയാവിലും ആഖിറത്തിലും മോന്റെ പേര് പരിശുദ്ധമാക്കുമെന്ന് ആ മഹാന ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ചരിത്രം റൗളുർ റയ്യാഹിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഈ ചരിത്രം റിസാലത്തുൽ കുശൈരിയിൽ കൊണ്ടുവന്നപ്പോ റിസാലത്തുൽ കുശൈരിയുടെ വ്യാഖ്യാനത്തിൽ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് അല്ല ബഹുമാനിച്ച ആരെ ബഹുമാനിച്ചാലും എന്തിനെ ബഹുമാനിച്ചാലും ഉയരങ്ങളുടെ പടവുകൾ അല്ല തന്നെ ഓപ്പണാക്കി തരും. ഇത് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയൊന്നുമല്ല. ഉമ്മനെ ബഹുമാനിച്ചാൽ, ഉപ്പനെ ബഹുമാനിച്ചാൽ, മക്ബറയെ ബഹുമാനിച്ചാൽ, മഹാന്മാരെ ബഹുമാനിച്ചാൽ, മൗലിദിനെ ബഹുമാനിച്ചാൽ, മൗലിദ് സദസ്സിനെ ബഹുമാനിച്ചാൽ, ഈ ബഹുമാനങ്ങൾ കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്രസയിൽ കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ ഖുർആൻ അലക്ഷ്യമായി പാറിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കൂട്ടം കൂടിയ കുറെ പാഴ്വസ്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ എന്താ പറയാ, അത്തരം പെട്ടിയിൽ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനങ്ങൾ കുറഞ്ഞു പോയാൽ ആ ഉമ്മത്തിൽ ഇനി ഉയർച്ച ഉണ്ടാവില്ല, ആ ഉമ്മത്തിൽ ഇനി വളർച്ച ഉണ്ടാവില്ല. ഞാൻ വിഷയം മാറല്ല, ആത്മാർത്ഥമായ ദുആ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഒരു സാധു മനുഷ്യനാ. നെയ്ത്ത് ജോലിയാണ് അവരുടെ ജീവിതമാർഗം, ഉപജീവനം അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ആ വാപ്പ തന്റെ നെയ്ത്ത് ജോലിയിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മക്കളെ പോറ്റാനും അതിന്റെ ബാക്കി പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാനും വിശേഷിച്ച് ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക ചെയ്യാനും ശ്രദ്ധിക്കും. ഫിഖ്ഹിന്റെ മസലയൊക്കെ പറയുന്ന മജ്ലിസിൽ പങ്കെടുത്താൽ ഗസാലി ഇമാം റഹിമഹുള്ളയുടെ ഉപ്പ ദുആർക്കും, നല്ല ഫിഖ്ഹിന്റെ മസല പറയുന്ന മോന എനിക്ക് വേണം റബ്ബേ, ഈ ഉസ്താദിനെല്ലാം കാണുന്നില്ല, എന്താ മസല ഇങ്ങനെ മണിയായി പറയല്ലേ എന്ന്. ഇതേപോലെ എനിക്കൊരു മോനയാറ്റം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിലും ദുആ എന്ന് പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കുക, അരമണിക്കൂർ ദുആർക്ക് എല്ലാവരും അടുത്തേക്ക് പോവാ, അങ്ങനെയൊന്നും ദുആയിന് ഷർത്തും ഫർളൊന്നുമില്ല. ദുആയിന് ലൈസലി ദുആഇ അൻ യതലഫൽ, ചുണ്ടിൽ നിന്ന് വാക്ക് പുറത്തേക്ക് തന്നെ വരണമെന്നില്ല. മനസ്സിൽ നിന്ന് അള്ളാഹിലേക്ക് മെസ്സേജ് വിട്ടാൽ തന്നെ ദാറ്റ് ഈസ് ദുആ. എന്നെ ദുആ എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ ഒരു വർത്താനം പറഞ്ഞാൽ തന്നെ ദുആ. ഈ സദസ്സിൽ നിന്ന് നമുക്ക് എപ്പോഴും ദ്വാരന്നുകൊണ്ടേയിരിക്കാലോ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ന്റെ വാപ്പ ഇങ്ങനെ ദ്വാരക്കും, ഇതുപോലെ മസ്അല പറയുന്ന ഒരു മോനെ എനിക്ക് കിട്ടണം റബ്ബേ. വഅലിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ ദ്വാരക്കൽ എന്താണെന്നറിയോ? ഇതുപോലെ വഅല് പറയുന്ന നല്ല മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്ന വർത്തമാനങ്ങളാണല്ലോ ഈ ഉസ്താദ് പറയണത്. ഇതുപോലെ വഅല് പറയുന്ന ഒരു മോനെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് ദ്വാരക്കും. ആ 2 ദുആഉം അല്ലാഹു സ്വീകരിച്ചു. 2 ദുആ അല്ലാഹു സ്വീകരിച്ചു. ഫസ്തജാബല്ലാഹു ദഅവതൈഹി. 2 ദുആ അല്ലാഹു സ്വീകരിച്ചു. ഒന്നാമത്തെ ദുആഇന്റെ ഫലാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. വജീസും വസീത്തും ഖുലാസയും ഒക്കെ എഴുതിയ ഫിഖ്ഹിന്റെ ലോകം കണ്ട മഹാനായത്. അത് മുഴുവൻ കീഴടക്കിയതിന് ശേഷം ഇഹ്യാ ഉലൂമുദ്ദീൻ ഈ ലോകത്തിന് സമ്മാനിച്ചു. കണ്ടോ? അതേ ഉപ്പാന്റെ മറ്റൊരു മോനാണ് അഹമ്മദ് എന്ന മോന്. ആ മോന ആ നാട്ടിലെ ഏറ്റവും വഅല് പറയുന്ന മോനായത്. ഈ ഉപ്പാന്റെ ദുആണത്. നമുക്ക് നല്ലോണം ദുആ ഉണ്ടാവണം. അവിടെ ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം, നമ്മൾ കുട്ടികളെ നമ്മൾ ദ്വാരക്കുന്നതോടൊപ്പം തന്നെ സ്വാലിഹീങ്ങളെ അടുത്ത് പോയിട്ട് ദ്വാരപ്പിക്കണം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ദ്വാ ചെയ്യിപ്പിക്കുന്നതാണ് തെളിവ് മഹാനവറുകൾ പറയുന്നത്.
അങ്ങനെ കൊണ്ടുപോയി ദ്വാരുന്നാലും അല്ലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് സ്വാലിഹ്യങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കണം. ദ്വായിന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. നിസ്കാര ശേഷം ഇൽമിന്റെ മജ്‌ലിസില് സംസം വെള്ളം കുടിക്കണതിന് മുമ്പ്, തഹജ്ജുദിന്റെ ശേഷം, മഹാന്മാരുടെ മഖബറയുടെ സവിധത്തിൽ, ഈ എവിടെയൊക്കെ ദുആന് ഉത്തരമുള്ള സമയം സ്ഥലങ്ങൾ ഉണ്ടോ അവിടെ ഒക്കെ നമ്മളെ മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി ദ്വാരക്കണം. ഖുർറത്തു അയ്നാണ്, കൺകുളിർമ എന്നാണ് അതിന് മലയാളത്തിൽ അർത്ഥം വെക്കുക. അർത്ഥം ആയത്തിനോട് കിടപിടിക്കില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവാനുള്ള ഒരു മുഷാക്കലന്റെ അധ്യായത്തിൽ അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, എന്താണ് ഈ മക്കൾ കൺകുളിർമയാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉപ്പ ഉഖ്റവിയായ ചിന്തയുള്ള ഉമ്മ ആഖിറത്തെ കുറിച്ച് ആലോചിക്കുന്ന ഉപ്പയും ഉമ്മയും ആണെങ്കിൽ ആ മക്കൾ എപ്പോഴാ കൺകുളിർമയാവുക? ഓന്റെ ശമ്പളം വെള്ളയൊക്കെ പോവുമ്പോഴോ? ആണോ? റാങ്ക് കിട്ടിയാലാണോ? നല്ല തടിയുണ്ട്, ജിം എടുത്തിട്ട് സൂപ്പർ മസിലായാലാണോ? എപ്പോഴാ? ഉപ്പിയും ഉമ്മയും സ്വാലിഹീങ്ങളാണെങ്കിൽ മക്കൾ കൺകുളിർമയാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? മുതീഈന ലില്ലാഹി തആല, നല്ല ഇബാദത്ത് എടുക്കുന്ന മക്കളാവുമ്പോഴാണ്. പാതിരാത്രി എണീറ്റിട്ട് ഉമ്മ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കാൻ ബാത്റൂമിലേക്ക് പോകുമ്പോ 4:15 കുറച്ച് ലേറ്റ് ആയി പോയി എഴുന്നേൽക്കാന്. അപ്പോഴാണ് റൂമിൽ നിന്ന് ഒരു അരണ്ട വെളിച്ചം കാണുന്നത്. +2 പഠിക്കുന്ന ഫാത്തിമ ഹിബ എന്ന മോള് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് പൊട്ടിക്കാരന് ദ്വാരക്കണത്. ആ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് കൺകുളിർമ. അൽഹംദുലില്ലാഹ്. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അതേ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചും സംഭവിക്കാലോ. വേറെ വീട്ടിലേക്കൊന്നും പോകാതെ തന്നെ വുളു എടുത്തു കഴിഞ്ഞ്, ബാത്റൂം ഒന്ന് വുളു എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ തൊട്ടിപ്പുറത്തുള്ള ബെഡ്റൂമില് സോഫന്റെ അടുത്ത് നോക്കുമ്പോൾ മോനെ കാണുന്നത് ഇപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ്. ഓന് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് കടന്ന് തന്നെ ഏതോ ഫുട്ബോൾ കണ്ടിട്ട് 2:30 ഇപ്പൊ സമയം 4 കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴും റീൽസിന്റെ ലോകത്താണ്. ഇത് കാണുമ്പോൾ നമ്മുടെ എന്താണ് കൺകുളിർമ ഉണ്ടാവുക എന്ന് നമുക്ക് തന്നെ അറിയാം. ഈ കൺകുളിർമയൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആഖിറത്തിൽ കൺകുളിർമയാവുക എന്നാണോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയുൻ. ഇതിന്റെ അർത്ഥം ആഖിറത്തിൽ അൽഹംദുലില്ലാഹ്. അതാണ് ഈ ആഖിറത്തിൽ കൺകുളിർമയാണോ? ബൽ ഫി ദുനിയ, ദുനിയാവില് കൺകുളിർമയായിട്ട് കിട്ടണമെന്ന ഈ പറയുന്ന ദുആന്റെ അർത്ഥം തന്നെ. ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടണം. അല്ലാഹു നമ്മളെ മക്കളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. അത് അള്ളാഹ് എന്നെ ആക്കി തരേണ്ടതാ, വേറെ ആര് വിചാരിച്ചാലും കിട്ടണമല്ല. അള്ളാഹുവിന്റെ ജാനിബിൽ നിന്ന് കിട്ടേണ്ടതാണ് നമ്മളെ മക്കളുടെ സ്വലാഹിയത്ത്. നമ്മൾ ദ്വാരക്കണം. ഒരിക്കൽ പോലും മക്കൾക്ക് എതിരെ ദ്വാ ചെയ്യരുത്. അവരെത്ര ഫിസ്കിലും തമ്മാടിത്തത്തിലും, എത്ര അവര് മുടി നീട്ടിയാലും പേന്റ് താണാലും, എത്ര അഡിക്ഷനിൽ പെട്ടാലും ലാ തദഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. വിവരം കുറഞ്ഞ മാതാപിതാക്കളാണ് അത്തരം ദുആയിൽ ഏർപ്പെടുന്നതെന്ന് നജ്മുദ്ദീൻ ഖസി റഹിമഹുള്ളയുടെ ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബ് നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായോ, നമ്മൾ കൊണ്ടുവിട്ട സ്ഥാപനത്തിൽ നിന്ന് അവൻ ഓടിപ്പോയോ, ഇപ്പം കുറെ കുതിരക്കളിയും തമ്മാടിത്തവും വേണ്ടാത്തരും ഫ്രോഡായ ജീവിതമാണെങ്കിൽ തന്നെയും എതിരെ ദ്വാരക്കരുത്. അത് വിവരക്കേടാണ്. ഒരുപക്ഷെ 10-25 കൊല്ലം അവൻ വളരെ മോശം ജീവിതം നയിച്ച് അവൻക്ക് കിട്ടാത്ത ദുരന്തം നമ്മുടെ ഒരു 2 മിനിറ്റ് അത് ദുആ കൊണ്ട് കിട്ടിപ്പോയേക്കും. അതുകൊണ്ട് സംഭവിക്കരുത്, ദ്വാരക്കരുത്. ആർക്കുമെതിരെ ദ്വാരക്കരുത്. ജീവിതത്തിൽ ഒരാൾക്കുമെതിരെ ശാപത്തിന്റെ വർത്തമാനങ്ങൾ മുഅ്മിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. സൂഫിയാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, തന്റെ ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, സൂഫിയാക്കള് ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലും സമയത്തിലും അവര് വേഗം ദ്വാരന്ന് വെക്കൽ എന്താ അറിയോ? റബ്ബേ, എന്റെ ഭാവി ജീവിതത്തിൽ ആർക്കെങ്കിലും എതിരെ എപ്പോഴെങ്കിലും ദ്വാരക്കണമെന്ന് ദേഷ്യത്തിലോ മറ്റോ തോന്നിപ്പോയിട്ട് ദ്വാരക്കുന്നുണ്ടെങ്കിൽ അന്ന് എന്റെ ദുആ സ്വീകരിക്കും ല്ലേന്ന് ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. അത്രയും വിശുദ്ധരാണ് സൂഫിയാക്കൾ.
ഇപ്പം ദ്വാരന്നാലും എന്തായാലും ഉത്തരം കിട്ടുമെന്ന് അവർക്കറിയാം. കാരണം അറഫന്റെ പകലാണ്, റൗലന്റെ മുറ്റത്താണ്, അങ്ങനെ നല്ല സ്ഥലവും നല്ല സമയമാണെന്ന് അവർക്കറിയാം. അപ്പൊ ഒരു ദ്വാരന്ന് വെക്കല് ഭാവിയിൽ എന്റെ മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എതിരെ ഞാൻ ദ്വാരന്ന് പോകുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചേക്കല്ലേ. അന്ന് എന്തോ ഒരു സംഭവം കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട് ചിലപ്പോ സംഭവിക്കും, അത് സ്വീകരിച്ചേക്കല്ലേ അല്ലാഹു. അത്രയും വിശുദ്ധര. ഇന്ന് വല്ല കള്ളത്തൊരീക്കത്തിന്റെ ടീമിനെ എതിരെ ആരെങ്കിലും സംസാരിച്ചാല് ഇൻഷാ അല്ലാഹ് ഞാൻ മദീനയിൽ നിന്ന് നിനക്കെതിരെ ദ്വാരക്കെന്ന് പറയും. റസൂൽ തന്നെ ചിരിക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത് ലാ തദ്ഉന, നിങ്ങൾ ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാ. നമ്മളെ വീട്ടിലെ മൃഗങ്ങൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുമോ? വളർത്തു മൃഗങ്ങൾക്കെതിരെ, ഖാദിമിനെതിരെ ദ്വാരക്കാൻ പറ്റുമോ? മക്കൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുമോ? ഒരാൾക്കും എതിരെ ദ്വാരക്കരുത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്റെ മോന് തീരെ പറഞ്ഞനുസരിക്കണില്ല, എന്തേലും പരിഹാരം ഉണ്ടോ? ഉടനെ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു ചോദിച്ച ചോദ്യം എന്താ പറയാ? ഹൽ ദഅഉത അലൈഹി, എതിരെ ദ്വാരന്നിട്ടുണ്ടോ? മക്കൾക്കെതിരെ ഉണ്ടോ? നന്നാവൂല പറയാറുണ്ടോ? അടുത്ത ബെല്ല്, നീ പോയിക്കോ, ടോക്കൻ അടുത്തത്, എനിക്ക് പരിഹാരമില്ല. നീ എന്നെ ഓനെ മോശാക്കിയില്ലേ? നീ എന്നല്ലേ ഓനക്കെതിരെ ദ്വാരുന്നത്, പിന്നെന്തിനാ ഇവിടെ വന്നത്? വിട്ടേക്ക്, എതിരെ ദ്വാരക്കരുത്. ഇനി എന്തെങ്കിലും മഹാ അബദ്ധത്തിൽ അവർ പെട്ടു എന്ന് വിചാരിക്കാം, എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനും കിതാബിൽ ഉത്തരവുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നു വെച്ചാല്, നമ്മളെ നാട്ടിലെ പാരന്റിങ് എന്ന് പറഞ്ഞാല് ഓരോരാൾക്ക് തോന്നിയ പോലെ മക്കളെ വളർത്തലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ മുസ്ലിങ്ങളാവും. ഇസ്ലാമിൽ ഒരു റൂട്ടില്ലേ മക്കളെ വളർത്താൻ? നമ്മളെ ദേശത്തിൽ പിള്ളേർ അടിക്കുക, നമുക്ക് തോന്നുന്ന പോലെ പിള്ളേർ അങ്ങോട്ട് വളർത്തുക, ഇതാണോ ഇസ്ലാമിന്റെ റൂട്ട്? അല്ല, ഇസ്ലാമിന് വളരെ കൃത്യമായ റൂട്ടില്ലേ. മക്കളെ കൊണ്ട് എത്രത്തോളം നമുക്ക് ഖിദ്മത്ത് എടുപ്പിക്കാം എന്ന് വരെ കിതാബില് തഹരീറുൽ മഖാലിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കിതാബ് എഴുതിയിട്ടില്ലേ? കാര്യമായിട്ട് ഇല്ലേ? നമുക്ക് വളരെ കൃത്യമായ ഒരു റൂട്ട് ഉണ്ടായിരിക്കും. നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ച ഒന്നും തലയിൽ കയറുന്നില്ല. തലയിൽ കയറുന്നില്ല മീൻസ് ഓനിക്ക് പഠിച്ചിട്ട് ബൈഹേർട്ടാവുന്നില്ല എന്നല്ല, തീരെ പറഞ്ഞ അനുസരിക്കണില്ല. നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. എന്നാ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എതിരെ ദ്വാരക്കലാണോ പരിഹാരം? അല്ല. ഉപ്പാന്റെ ഉമ്മാന്റെ അതീശത്തെ അവിടെ കാണിക്കലാണോ ഇസ്ലാം? അല്ല. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ടു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഒന്ന്, ഭാവിയിൽ അവൻ നന്നാകുമെന്ന പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ആള് മനുഷ്യന്മാര് നന്നായിട്ടുണ്ട്, വളരെ മോശം ജീവിതം നയിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിലേക്ക് വിട്ടിട്ട് ഈ നാട്ടിലെ ശല്യം ഒന്ന് ഒഴിവാക്കണമെന്ന് വെച്ച് വിട്ട് സൗദിയിലെ അൽക്കോബാറിലോ റിയാദിലോ ദമാമിലോ പോയി 2-3 കൊല്ലൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് വല്ല നല്ല ക്ലാസ്സോ കൂട്ടുകാരെയോ കിട്ടിയിട്ട് പിന്നെ ഉപ്പാനും ഉമ്മാനൊക്കെ ഉംറക്ക് അയച്ച് ഹജ്ജിനും കൊടുത്ത് ഇങ്ങനെ നല്ല ജീവിതം നയിച്ച് എത്ര ചെറുപ്പക്കാര് എവിടെ ജോർജിയയിലും ബെൽജിയത്തിലും അല്ല നമ്മളെ നാട്ടിൽ തന്നെ എത്ര ആളുണ്ട്. പ്രതീക്ഷ അറ്റുപോകുന്നത് മുഅ്മിന്റെ അടയാളല്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലിന്റെ ആയത്ത് തർക്കീബ് വെക്കാനുള്ളതല്ല എന്നർത്ഥം. നമ്മളെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാണ് എപ്പോഴും. അറ്റുപോകുന്ന പ്രതീക്ഷ അല്ല മുഅ്മിന്റേത്, അറ്റുപോകാനുള്ളതല്ല നമുക്ക് എപ്പോഴും പ്രതീക്ഷ ഉണ്ടാണ്. ഒന്ന്. രണ്ടാമത്തത്, അവരുടെ സ്വലാഹിയത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം. കേട്ടിട്ടില്ലേ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. സൂഫിയായി ജീവിച്ച ഒരു ഉപ്പന്റെ കഥയാണ് അതിൽ പറയണത്. ആ ഉപ്പാന്റെ അടുത്തേക്ക് നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് വാതില് മുട്ടി. എന്നിട്ട് എന്താ, നിങ്ങളെ മോന് കുറച്ച് ലഹരിയിൽ പെടുന്നുണ്ട് എന്നൊരു സംശയം ഉണ്ടാവും, ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഉപ്പ കുറച്ച് ഫെയറായി, എന്റെ മോനോ എന്റെ മോൻ അങ്ങനെ കള്ളു കുടിക്കാനൊന്നും സാധ്യതയില്ല, പുതിയ കാല ഭാഷയിലാണെങ്കിൽ MDMA ഏജന്റ് ആവാനൊന്നും സാധ്യതയില്ല. ഞാൻ എന്റെ മോൻ അങ്ങനെയല്ലല്ലോ വളർത്തിയത്, ആ ഭാഷയാണല്ലോ എല്ലാരും ഉപയോഗിക്കുക. എന്റെ മോനാ, അസൂയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുടുംബം കലക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല. വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ഈ 2-3 ചെറുപ്പക്കാർക്ക് ആകെ നിരാശ വന്നു. നമ്മളിപ്പോ നാട്ടിൽ പരസ്യമാക്കുകയോ മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയോ ചെയ്തിട്ടില്ലല്ലോ. ആ ഉപ്പാനെ PM-ൽ പോയി കണ്ടിട്ട് വിഷയം അവതരിപ്പിക്കല്ലേ ചെയ്തത്. ഉപ്പ നേരെ ഉൾട്ട ഉത്തരമാണല്ലോ നമ്മളോട് പറഞ്ഞത്. എന്താ ഇപ്പൊ ചെയ്യാം?
2-3 ദിവസം കഴിഞ്ഞ് റോഡ് സൈഡിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന ഈ മോനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയി ഉപ്പാന്റെ അടുത്ത്. എന്തേ നിങ്ങളെന്താ വീണ്ടും വന്നേ? അന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായിന് ഒരു സമ്മാനം. മോനെ കണ്ട് മസ്തിലായിട്ടുള്ള മോനെ കണ്ട് സക്രാനായിട്ടുള്ള മോനെ കണ്ടപ്പോൾ ഉപ്പ കരഞ്ഞുപോയി. കാര്യം കരഞ്ഞു പോവുമല്ലോ. കാരണം ഇത്ര കാലവും എത്ര നന്മ ഉണ്ടാവണമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ഉപ്പാക്ക് സങ്കടം വരാതിരിക്കുക. ധാരാളം നേരം കുറേ സമയം കരഞ്ഞുപോയി, പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. എന്നിട്ട് അന്ന് രാത്രി ഉറങ്ങാതെ അള്ളാഹിനോട് പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല റബ്ബേ, എന്നെ കൊണ്ടാവില്ല, ഞാൻ തോറ്റു. എത്ര കാലം കഷ്ടപ്പെട്ട് ഇവനെ വളർത്തിയതാ, ഇവന്റെ കോലം കണ്ടോ നീ? എന്റെ മോനെ നീ എനിക്ക് നല്ല മോനായി തിരിച്ചു തരണേ. ആ ദുആ അള്ളാഹുവിന്റെ ദർബാറിൽ തട്ടി. അർശ് മുട്ടുന്ന ദുആ ആയിരുന്നത്. ഉപ്പ ദുആയിരുന്നത് നാവിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നായിരുന്നു. ആ ഹൃദയ ഭാഷയാണ് നാവിലൂടെ വന്നേക്കണത്. ആ കരച്ചിൽ അർശിനോളം എത്തുന്ന കണ്ണീരായിരുന്നു. പിറ്റേന്ന് മുതൽ അത്ഭുതമൊന്നും ചരിത്രം പറയാൻ പറ്റില്ല, മഹാത്ഭുതം സംഭവിച്ചു. പിന്നെ മരണം വരെ ഒരു തുള്ളി കള്ളിന്റെ ഒരു തുള്ളി ആ മോന് ഈ ചുണ്ടില് അനുഭവിച്ചിട്ടില്ല. കാരണം പരിഹാരം ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളതാണ് ഉത്തരം. ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ഇശാ അല്ലാത്ത ബാക്കി എല്ലാ നിസ്കാരങ്ങളും നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ഇശാ നിസ്കരിക്കാറില്ല എന്നല്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകും. നമ്മൾ ഈ 4 വക്ത നിസ്കാര ശേഷവും മക്കൾക്ക് വേണ്ടി ദുആറുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ, നമ്മളോട് തന്നെ ചോദിക്കുക, എത്ര ആളുണ്ടാവും? മക്കൾ ആഖിറത്തിൽ ഉപകാരപ്പെടണമെന്ന് ചിന്തിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത, ഉസ്താദ് ദുആർക്കും ആമീൻ പറഞ്ഞ ആ ദുആങ്ങാനും റബ്ബനാ ഹബ് ലനാ എന്നുള്ള ദുആങ്ങാനും വിട്ടുപോയാൽ നമ്മളത് കൂട്ടിച്ചേർക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? മക്കള് നന്നാവാൻ വേറെയും കുറെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഒന്നാമത്തെ മാർഗം ദുആ തന്നെയല്ലേ. ആ ദുആയിൽ നമ്മൾ എത്ര ഫോക്കസ് ചെയ്യുന്നുണ്ടാവും? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ട കാര്യം. ഞാനൊരു 5 കാര്യം പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് പ്രഭാഷണം തുടങ്ങിയത്. സമയത്തിനാണെങ്കിൽ ഇന്ന് കുറച്ച് ധൃതിയുണ്ട്, വേഗത്തിലാണ് പോകുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കാതെ സംസാരം അവസാനിപ്പിക്കും. പ്രസംഗിച്ച് പീഡിപ്പിക്കൂല എന്ന് ചുരുക്കം. രണ്ടാമത്തതിലേക്ക് കടക്കുകയാണ്. എന്താണ് രണ്ടാമത്തത്? മക്കള് നന്നാവാന് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറെ പ്രശ്നം പറയലല്ല, എല്ലായിടത്തും പ്രശ്നം പറയലാണ് മൊത്തത്തിൽ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഒരു വയലിന് വരുന്ന ഉസ്താദിനെ, ഇപ്പൊ നാളെ വയലിന് വരുന്ന, ഇപ്പൊ ഞാനിപ്പോ വയലല്ല, ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നെല്ലാം പറയാം. വയലെല്ലാം പറയുന്ന വലിയ ഉസ്താദുമാരെ കൊണ്ടുവന്നാൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ മുതൽ നാട്ടിലെത്തുന്നവരെ ഫുള്ള് നാട്ടിലെ കുറ്റമായിരിക്കും. ആ വയല് പറയുന്ന ഉസ്താദ് മനസ്സിലാവുക, ആ നാട്ടിൽ ഒരൊറ്റ നല്ല മനുഷ്യനില്ലാന്ന കേൾക്കല്. അങ്ങനെയൊന്നും അല്ല മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രായമുള്ളവരാണ് കൂട്ടാൻ വരുന്നതെങ്കിൽ ചെറുപ്പക്കാരെ കുറ്റം പറയും. എന്താ പറയല്? ഫുൾ ഫോണ് കുറച്ചൊക്കെ ഇങ്ങനെ പറയും. ചെറുപ്പക്കാരാണ് കൂട്ടാൻ വരുന്നെങ്കിൽ ഈ വലിയ ആൾക്ക് ചെറിയവരോടുള്ള സ്നേഹം സുഹൃത്ത് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് നിർത്തും, നമ്മളെ നിർത്തിയിട്ട് അത് എന്താണ് ഇതിന്റെ ഒരു കൺസേൺ എന്ന് വെച്ചാല്, നമ്മളൊക്കെയാണ് ബാക്കിയുള്ളവരാണ് ചീത്ത എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. നമ്മളൊക്കെ സ്വർഗം ഓക്കെ, ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആണ്, ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം എന്നുള്ള കൺസേണിലാണ് ഈ സാധനം വരുന്നത്. മറിച്ച് നമ്മൾ പറയുക, ഒരു വയലിന് വരുന്ന ഉസ്താദിനോട് പറയേണ്ടത്, നല്ല തഖ്വ കിട്ടുന്ന ഒരു വയൽ ഉസ്താദ് അങ്ങ് പറഞ്ഞാൽ മതി. ആഖിറത്തിൽ കഴിച്ചലാവാൻ മനുഷ്യന്മാരായ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞ എന്നാ പിന്നെ ആ സംസാരത്തിലൊക്കെ നല്ലൊരു സൗന്ദര്യം ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോ, ഇതിന് അപവാദങ്ങൾ ഉണ്ടായേക്കാം, ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. നമ്മൾ ഈ കുറ്റപ്പെടുത്തലൊക്കെ മാറ്റിയിട്ട്
നമ്മളെ മക്കളെ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് 5 കാര്യങ്ങളിൽ ഇവയുടെയും കടന്നു പോകുന്നത്. ഒന്ന്, നമ്മൾ പഠിച്ചു ദുആ. രണ്ടാമത്തത്, നമ്മളെല്ലാരും തീരുമാനിച്ചോ ദുആന് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ള ഏത് സമയത്തും മക്കൾക്ക് ദുആ ഇറക്കുന്നു. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമുക്ക് തന്ന മക്കള്, തരുന്ന മക്കള്, പേരക്കുട്ടികളെ എല്ലാവരെയും അല്ലാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം അഖ്ലുൽ ഹലാൽ എന്നുള്ളതാണ്. കഴിക്കുന്ന ഫുഡ് ഹലാലാണെന്ന് കൺഫേം ചെയ്തു വെക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വളരെ പ്രാധാന്യത്തോട് പറയുന്ന ഒരു പോയിന്റാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡും മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡും ഹലാലാണെന്ന് ഉറപ്പിക്കണം. അത് മാംസാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഏതാണെങ്കിലും ഹലാലായ സമ്പാദ്യത്തിലൂടെ, ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ഭക്ഷണം ഉണ്ടാവേണ്ടത്. ഉദാഹരണം പറഞ്ഞാല് ആരെയും പറ്റിച്ചിട്ടുള്ള സമ്പാദ്യം ആവരുത് നമ്മുടേത്. ബറക്കത്ത് കുറവുള്ള ഒരു പണവും നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖഹ്മസ് ബിനുൽ ഹസൻ അത്തൈമി റഹ്മഹുല്ലാഹ് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ മഹാന്റെ ഒരു ദിർഹം താഴെ വീണുപോയി, അല്ലെങ്കിൽ ദീനാർ. കുറെ നേരം പരിചയപ്പോ കിട്ടണില്ല. സിയറു അലാമിൻ നുബലായിലുണ്ട് ചരിത്രം. അവസാനം അവിടെ കാണുന്നുണ്ട്. മഹാനവർകൾ അത് എടുക്കാൻ വേണ്ടി കുഞ്ഞു. പിന്നെ ചിന്തിച്ചു, ഇതൊരു പൊതുവഴിയല്ലേ, എന്റേതല്ലെങ്കിലോ. കാരണം ഇതൊരു വഴിയാണ്, എന്റേതാവാനാണ് 98% ഇതിന്റെ സാധ്യത തന്നെയാണ്. പക്ഷെ എന്റേതല്ലെങ്കിലോ, എന്റേതാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഇതെടുത്തിട്ട് മറിച്ചാണെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ. എന്നിട്ട് അത് എടുക്കാതെ പോയത്ര. ഈ പേന ആരുടേതും അല്ലല്ലോ, അല്ല, എന്നാ എന്റെ തന്നെ. ഓ, ഭയങ്കരാണല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ആ പേന നമ്മുടേതല്ലെങ്കിൽ ആ പേന കൊണ്ട് എഴുതുന്ന ഇൽമിന് ബർക്കത്തുണ്ടാവും. നൂറുൽ ഉലമ MA ഉസ്താദ് ആർട്സ് കോളേജിന്റെ വിഷയം യതീംഖാനന്റെ പേന കൊണ്ട് എഴുതാതെ സൂക്ഷ്മത പാലിച്ച ആളാ. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഉസ്താദ് ലൈവില് ജീവിക്കുന്നത്. എല്ലാ കാലത്തും MA ഉസ്താദിന് ദുആ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും, നമ്മുടെ SJMന്റെ മദ്രസയിൽ നിന്നും ICFന്റെ സംവിധാനങ്ങളുള്ള മദ്രസയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ജീവിതത്തിന്റെ വിശുദ്ധി തന്നെയല്ലേ കാരണം. സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ വലിയ സൂക്ഷ്മത ഉള്ളവരായിരിക്കണം. ബർക്കത്ത് കുറഞ്ഞ ഒരു പണവും നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. ആ പണം കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല. അതാ പ്രശ്നം. ദുനിയാവിൽ ചിലപ്പോ കുറെ കല്യാണവും വീട് വലുതാക്കലും വണ്ടി വാങ്ങലൊക്കെ ഉണ്ടാവും. പക്ഷെ ആഖിറത്തിൽ ഒരു ഉപകാരവും ആ പണം കൊണ്ടുണ്ടാവില്ലെന്ന് ഇബ്നുൽ ഹാജ് തങ്ങളെ ഉദ്ധരിച്ച് യൂസഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ എന്ന കിതാബിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ പണം കൊണ്ട് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല. അതിന് തന്നെയാണ് ബർക്കത്തില്ലാത്ത പണം എന്ന് പറയുന്നത്. ബർക്കത്തുണ്ടാവില്ല. ആ പണം പൂർണ്ണമായി ഹലാലാവണം. ഉടനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന മുലപ്പാലാണ് ആദ്യം ഹലാലാവേണ്ടത്. അപ്പൊ നമ്മൾ ഭാര്യക്ക് കൊടുക്കുന്ന നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഏത് മീൽസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഹലാലായ സമ്പാദ്യത്തിലൂടെ ആയിരിക്കണം. എന്നാലേ അവരുടെ ശരീരത്തിലുള്ള പാല് ഹലാലാവുള്ളൂ. കണ്ടോ? ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു വലിയ സൂക്ഷ്മതയുള്ള ആളാ. അതുകൊണ്ട് തന്നെ മഹാനവർകൾ ചില സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കൂല. എന്തുകൊണ്ട്? മഹാൻ ഒരു ഡൗട്ടാവും, ഇത് ഹലാലല്ല റബ്ബേ എന്ന്. അതുകൊണ്ട് കഴിക്കൂല. അങ്ങനെ സൂക്ഷ്മത പുലർത്തിയപ്പോ അള്ളാഹുലേക്ക് ഒരു ചാൺ അടുത്തപ്പോ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടെടുത്തു എന്ന് പറഞ്ഞാ മഹാനവറുകൾ ഇതാ മദ്ദയദഹു ഇല ത്വആം, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ വല്ല ഹറാമോ ശുബ്ഹത്തോ ഉണ്ടെങ്കിൽ മഹാന്റെ വിരലിന് വിയർപ്പ് കൊടുക്കും അള്ളാഹു. റെഡ് സിഗ്നൽ കത്തും നടത്തും. പിന്നെ കഴിക്കൂല, പോകും. കുറച്ചു കാലം ഈ സൂക്ഷ്മ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അള്ളാഹു വലിയ ബർക്കത്ത് തരും. നിസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ വേഗത്തിൽ പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, മോനെന്താ വേഗം പോകുന്നു, ദുആ ദിക്ർ ഒന്നുമില്ലാതെ എവിടെ പോണത്? അപ്പോഴാ എന്റെ വീടിനപ്പുറത്തുള്ള അയൽവാസിയുടെ ഈന്തപ്പന മരം എന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞിട്ടുള്ളത്. കാറ്റടിക്കുമ്പോ പഴുത്ത് ഈത്തപ്പഴമൊക്കെ അതിൽ നിന്ന് എന്റെ പറമ്പത്താ വീഴുക. എന്റെ മക്കളത് തിന്നുപോകുമോ എന്ന് പേടിച്ച് രാവിലെ തന്നെ അത് പൊറുക്കിയെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് എറിയാൻ വേണ്ടി പോവുകയാണ്. ശരിക്ക് നിസ്കാരശേഷമുള്ള ദിക്ർ ദുആ എന്ന് പറഞ്ഞ ഉറപ്പ് ഇജാബത്തുള്ള ദുആ അല്ലേ? അയ്യുദ്ദുആ അസ്മ ജൗഫുല്ലൈൽ വദബറുൽ സലവാത്ത്. നിസ്കാരശേഷമുള്ള ദുആ എന്ന് പറഞ്ഞ ഉറപ്പ് സ്വീകരിക്കുന്ന പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ഇജാബത്തിന് പ്രതീക്ഷയുള്ള ഒരു ദുആ അല്ലേ? അതെ, ആ ദുആക്ക് ഇരിക്കാണ്ട് എങ്ങനെ ഈ സ്വഹാബി പോണത്? ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഫുഡ് ഹലാലാണ്. മൽബസുഹു ഹറാമുൻ വ മത്അബുഹു ഹറാമുൻ. കഴിക്കുന്ന ഫുഡ് ഹറാമ്, അല്ലെങ്കിൽ ധരിക്കുന്ന ഡ്രസ്സ് ഹറാമ്, കുടിക്കുന്ന വെള്ളം ഹറാമ്. എന്നിട്ട് ഹജ്ജിന് പോയിട്ട് കഅബന്റെ അടുത്ത് യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആർന്നിട്ട് കാര്യമുണ്ടോ? ഫഅന്നാ യുസ്തജാബു. അവർക്ക് എന്ത് ദുആയിന് ഉത്തരം കിട്ടാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ്, അല്ലെങ്കിൽ ദുആയിന് ഉത്തരം കിട്ടൂല. നമ്മൾ ആദ്യം പഠിച്ചത് ദുആ ആണ്. ഈ ദുആയിനൊക്കെ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മളെ വയറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഫുഡ് ഹലാലാണെന്ന് ഉറപ്പിക്കണം. എല്ലായിടത്തുനിന്നും ഫുഡ് കഴിക്കരുത്. ചെറുപ്പക്കാരോട് കൂടിയാണ് പറയണത്. സീനിയേഴ്സ് ഫുഡ് കഴിച്ചിട്ട് ജൂനിയേഴ്സിനെ കൊണ്ട് ബില്ലടപ്പിക്കുന്ന പരിപാടി, റാഗിങ്ങിന്റെ പുതിയ എപ്പിസോഡ്, പിടിച്ചുപറിയായ സ്വത്താണത്, പച്ച ഹറാം. ഹലാലല്ലാത്ത ഫുഡ് നമ്മൾ വയറ്റിലെത്തുമ്പോൾ 30 കൊല്ലക്കാലം അതിന്റെ ദുരന്തം നമ്മുടെ ഇബാദത്തിൽ അനുഭവിക്കും. 30 കൊല്ലക്കാലം അതിന്റെ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഒരു പിടി ഫുഡ് ഹലാലല്ലാത്ത നമ്മൾ കഴിച്ചെന്ന് വിചാരിച്ചോ, എന്നാ നമുക്ക് ആദ്യം വരുന്ന രോഗം എന്താണെന്ന് അറിയാം. ഒന്ന്, നമുക്ക് ഇബാദത്തിന്റെ രസം ഉണ്ടാവില്ല. 2, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. 3, മനുഷ്യന്മാരെ കുറിച്ച് മോശം വിചാരം മാത്രമേ നമുക്ക്. ആരെ കണ്ടാലും ജഡ്ജ്മെന്റ് പരിപാടിയായിരിക്കും. നമ്മൾ അയാൾ ശരിയില്ല, അയാളെ എനിക്ക് കണ്ടുകൂടാ, അയാൾ ഉസ്താദ്മാരുടെ മുമ്പിൽ വലിയ ആളാകുന്ന ആളാണ്, ഇങ്ങനെ നമ്മൾ നല്ല ആളും ബാക്കിയുള്ള ആള് മോശാളും എന്നൊരു ധാരണ വരും. എങ്ങനെ? ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ. തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ അൻ ബി അഹദി മിനൽ ഇബാദ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അക്കാര്യം എഴുതി വെക്കുന്നുണ്ട്. ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന നല്ല സംഭാവന അതിൽ നൽകണം. നല്ല നിയത്തോടെ സ്വതക്ക നൽകിയാൽ അതിന് ഫലം ഉള്ളതായി ഒരുപാട് കിതാബുകളിൽ, ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈമാനോടെ മരിച്ചു കിട്ടാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തുണ്ടാവാൻ, അങ്ങനെ ഉഖറവിയായ ചിന്തയും ദുന്യവിയായ ചിന്തയും, ഏത് ചിന്തയും സ്വതക്ക കൊണ്ട് ഫലം കാണും. അള്ളാഹു നമുക്ക് ഒരുപാട് ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു റിക്വസ്റ്റ്. എന്റെ ദുആയിന് ഉത്തരം കിട്ടണം, അതിനെന്താ വഴി? തങ്ങൾ അതിനെന്താ ഉത്തരം കൊടുത്തെന്നറിയാം. അതിബ് മത്അമക തകുൻ മുസ്തജാബ ദഅവ. മോനെ, കഴിക്കുന്ന ഫുഡ് ഹലാലാവണം, എങ്കിൽ തകുൻ മുസ്തജാബ ദഅവ, മോനെ ദുആയിന് ഉത്തരമുള്ള ആളാവും. അതാ നമുക്ക് വേണ്ടത്. ബർക്കത്തില്ലാത്തത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിച്ച സ്വത്തൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവരുത്. പിടിച്ചു പറയുന്നത് ഇങ്ങനെ തന്നെ പിടിച്ചു പറിക്കലൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും അയാൾക്ക് കൊടുക്കണ്ടേ, കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, ഈ വിചാരത്തിലൊന്നും ഒരു സ്വത്തും നമ്മൾ വസൂലാക്കരുത്. ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. 50 ദിർഹം കയ്യിലുണ്ടെങ്കിൽ തന്നെ ആരോടൊന്നും ചോദിക്കരുത് എന്ന് ഫതാവൽ അജുലൂനി ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ആരടുത്തൊന്നും ചോദിക്കരുത്. നമ്മുടെ കയ്യിൽ സ്വത്തുണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ ബാക്കിയുള്ളവരോട് യാചന നടത്തിയിട്ട് വീടെടുത്താൽ ആ വീടിന് എന്തൊരു ബർക്കത്താ ഉണ്ടാവുക. നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്. ഒരു ആചാരോ, ഒരു പുതിയാപ്പിളയോ, ഒരു ജ്യേഷ്ഠനോ, ഒരു മുതലാളിയോ വണ്ടീന്റെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നു. അപ്പൊ അയാൾ കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ പറയാ, പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല ഡ്രസ്സ് അല്ലേ, ക്യാഷാന്ന് എടുത്തിട്ടുമില്ല, പെരുന്നാളാവാന്ന് ആവാനുമായി. ഇലാഹലർത്തി ആജിക്കാതെ അമീർ അങ്ങോട്ടേക്കാ മടങ്ങണത്. എങ്ങനെയാ ആ ഡ്രസ്സിന് ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നമ്മളെ പിള്ളേർ ബർക്കത്തുള്ള മക്കളായി മാറുക?
കഴിവില്ലെങ്കിൽ ഹജ്ജിന് പോണ്ടെന്നല്ലാണ്ട് പിന്നെന്തിനാ ആരെടുത്തെന്നൊക്കെ പിരിവണത്തിന്റെ ഹജ്ജിനോ ഇസ്ലാം പറഞ്ഞു? ഇല്ലല്ലോ, പറഞ്ഞു അങ്ങനെ. അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹുവിന്റെ കിതാബല്ലേ കിതാബുൽ മുഹദ്ദബ്, അതിലില്ലാത്ത മസലുണ്ടോ? അതിന്റെ വിശദീകരണല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലൊന്നായ ശർഹ് മുഹദ്ദബ്. ആ മുഹദ്ദബിന്റെ മുസന്നിഫ് ഹജ്ജിന് പോയിട്ടില്ല. എന്ത് മനിസ്തത്തായിലേഹി സബീല, സ്വന്തം പണമില്ല, അതന്നെ അതിന്റെ കാരണം. ആയിരക്കണക്കിന് ശിഷ്യന്മാര് കൺപോളന്റെ മേലെ ഇരുത്തിയിട്ട് വേണമെങ്കിൽ ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് ഉമറുൽ ബുൽഖൈനി തങ്ങളുടെ തദ്കിറയിലുണ്ട്. അങ്ങനെ എനിക്ക് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല എന്നാ ഓരോ നിലപാട്. ഹജ്ജ് ചെയ്യാത്ത എത്ര മഹാന്മാരുണ്ട്. കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് പോകണോ, എത്ര തന്നെ. വേറെന്ത് കഴിവില്ലെങ്കിൽ അങ്ങനെ കൊല്ല അജ്മീർ പോക്ക് നിർബന്ധമൊന്നുമില്ല. സിയാറത്തും മക്കളെ ആക്കലൊക്കെ ട്രെൻഡായ കാലത്ത് ട്രെൻഡിന്റെ ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിപ്പോ എന്ത് ചെയ്യലാണോ ഹൈർ, അള്ളാഹ് ഞാൻ എന്ത് ചെയ്യലാണോ ഇഷ്ടം അത് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്താൽ ഹൈറൊന്നും ആവില്ല. കുടുംബം നോക്കണ്ട ഒരാള് ഭാര്യനെയും മക്കളെയും മര്യാദയ്ക്ക് നോക്കാതെ അജ്മീർ നാഗൂർ മുത്തുപ്പെട്ട സിയാറത്തിന് പോയാൽ അയാളെ വെറുതെ വിടോ അല്ലാഹു? അമ്മൽ മോയിലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ ലിഇയാലിഹി മുതവക്കിലാന്നല്ലേ. കുടുംബനാഥൻ കുടുംബം മര്യാദയ്ക്ക് നോക്കലല്ലാണ്ട് സിയാറത്താണോ അയാളുടെ മെയിൻ പരിപാടി ആവേണ്ടത്? അല്ല. പൂച്ചനെ കെട്ടിയിട്ട പെണ്ണെന്നെ നരകത്തിൽ പോയിന്, എന്നിട്ടല്ലേ ഭാര്യനെ കയറില്ലാത്ത കെട്ടിയിട്ടിട്ട് പിന്നെ നരകത്തിലല്ലാണ്ട് എവിടെ പോണ്ടത്? പിന്നെ അപ്പൊ നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്തു കൂട്ടിയാൽ നമ്മൾ നല്ല ആളാവുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആൻ ഇന്ന അൽകഫിൽ നമ്മൾ ഓതിയല്ലേ അല്ലേ? നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്തു കൂട്ടാനൊന്നും പറ്റില്ല. അവനവനോട് ഇസ്ലാം എന്താ പറഞ്ഞത് അത് അയാൾ ചെയ്യണം. അതുറപ്പല്ലേ? ഞാൻ കച്ചവടമെല്ലാം നിർത്തിയിട്ട് ഉസ്താദിനെ പോലെ കിതാബ് ഓതി ഇനി കുറച്ച് റിയാദ് സാലീനും തഫ്സീർ ജലാലിനെല്ലാം ഓതട്ടെ, അങ്ങനെയാണോ വ്യാപാരികൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഏതെങ്കിലും ഒരു ആത്മീയ പ്രഭാഷണം കേട്ടിട്ട് അങ്ങനെ കച്ചവടക്കാരെല്ലാം തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇവിടെ നിലനിൽക്കോ? എല്ലാരും പാടെ കിതാബ് ഓതാൻ വന്നാല് നിലനിൽക്കോ? അങ്ങനെ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും കച്ചവടം ചെയ്യുന്ന വ്യാപാരികളായ മുഹാജിറുകളോട് നിർത്തണം, നിങ്ങൾ അഹ്ലു സുഫയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അങ്ങനെ കച്ചവടക്കാര് ചിന്തിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ സൂഫിയും ഫഖീഹുമായ മുതബറക ബിഹിയായ മഹാനല്ലേ അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൂട്ടാനൊന്നും പാടില്ല. ഒരു മുത്തഅല്ലിം എന്താ ചെയ്യേണ്ടത്? അയാള് നല്ലോണം പഠിക്കണം. അയാള് നല്ല പഠിക്കണം. കിട്ടുന്ന ദിവസങ്ങളിൽ മുഴുവൻ ഏടെങ്കിലും സിയാറത്തിനും പോയി ഒരൊറ്റ കിതാബും നോക്കൂല, ഒരൊറ്റ ഷറവും നോക്കൂല, എന്നിട്ട് ഈ മഹാന്റെ വർക്കത്തുകൊണ്ട് എനിക്ക് ഇൽമു കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചും കിതാബിൽ ചർച്ചയുണ്ട്. ആ ചിന്ത വരെ അയാൾ ഒരു ചതിയിൽപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ആ കിതാബ് പറയുന്ന സംസാരം തന്നെ അല്ലാമ ബാഷൻ തങ്ങൾ അഥവാ ബുഷറൽ കരീമിന്റെ മുസന്നിഫ് അത് നന്നായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഹത്താ സുർത്തുൽ മഖാബിർ എന്ന ആയത്തിന്റെ തഫ്സീർ ഇബ്നു അജീബ നോക്കിയാലും ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ പറയാൻ ശ്രമിച്ച ഒരാശയം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. ആരുടെയും മനസ്സ് വെറുപ്പിച്ചിട്ടുള്ള ശമ്പളം, ആരുടെയും മനസ്സ് വെറുപ്പിച്ചിട്ടുള്ള സംഭാവന, ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ആ പണം കൊണ്ട് എന്ത് ചെയ്താലും അതിലൊന്നും ഒരു ബർക്കത്തുണ്ടാവില്ല. ഇനി നമ്മൾ സമ്പാദ്യം മാത്രല്ല കേട്ടോ, നമ്മൾ സമ്പാദ്യം സ്പെൻഡ് ചെയ്യുന്ന ചെലവഴിക്കുന്ന മേഖലയും ഫിഖ്ഹിന്റെ റൂട്ടിൽ തന്നെ ആയിരിക്കണം. സ്വന്തം വീട്ടിലും കുടുംബത്തിലും അയൽവാസികളിലും തന്നെ കുറെ സക്കാത്തിന് അവകാശികളും പാവപ്പെട്ടവരും ഉണ്ട്. എന്നിട്ട് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഫ്താർ കൊടുക്കാനോ പള്ളിക്ക് സംഭാവന കൊടുക്കാനോ നിൽക്കുന്ന തന്നെ ഒരു സൂക്കടാണ് ശരിക്കും പറഞ്ഞാല്. സ്വന്തം മൂത്തമ്മ കഷ്ടപ്പെടുന്നുണ്ട്, മൂത്തമ്മാന്റെ മോളെ കല്യാണം രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്, എന്നാൽ അയാൾ ഭയങ്കര സംഭാവന ലോകം മുഴുവനും. അതൊക്കെ ഒരു സുഖക്കുറവിന്റെ ഭാഗമായിട്ട് റിയാഇന്റെ അംശമായിട്ട് വരുന്നതാണെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ട്, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. സൂഫിയാക്കടെ സ്വഭാവമുണ്ട്. എന്ത്? ആരെങ്കിലൊക്കെ ഹദിയ ഉണ്ടോന്നോ, നിങ്ങൾ സുലൈമാൻ ഉസ്താദിന്റെ അടുത്തേക്ക് ഹദിയ ഉണ്ടോന്നവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ മതി.
ഈയിടെ എന്നോട് ഒരു അഹ്സനിയായ ഉസ്താദ് പറഞ്ഞു, സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് ഒരാള് ഒരു സംഭാവന കൊടുത്തത്രേ, ഹദിയ കൊടുത്തത്രേ. ആ കൊടുക്കുന്ന സമയത്ത് റഈസുൽ ഉലമ ശൈഖുന സുലൈമാൻ ഉസ്താദിനോട് ആ കൊടുത്ത ആള് പറഞ്ഞത്രേ, ഉസ്താദേ ദുആർക്കണം, കുറെ കടമുണ്ട്. അപ്പൊ സുലൈമാൻ ഉസ്താദ് തിരിച്ചെന്താ പറയുന്നറിയോ? മോനെ, കടം വീട്ടുക എന്നുള്ളത് നിനക്ക് ഫർള് ഐനായ കാര്യമാണ്. ജാമിയ ഹിയാ സുന്നക്ക് സംഭാവന നൽകുക എന്നുള്ളത് നിന്റെ മേൽ കൂടിപ്പോയാ വരിക സുന്നത്തായ കാര്യമാണ്. ഇപ്പൊ സുന്നത്തായ കാര്യമായിട്ടാ വരിക, അല്ലേ? അതെ. അതുകൊണ്ട് ഫർള് ഐന ഒഴിവാക്കിയിട്ട് സുന്നത്തായ പണം ഇവിടെ വേണ്ട മോനെ എന്നിട്ട് തിരിച്ചു കൊടുത്തത്രേ. അല്ല ആലിം, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ തണൽ ഒരുപാട് കാലം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മളെ പണം മുഴുവനും ഹലാലായിരിക്കണം, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ എല്ലാം ഹലാലായിരിക്കണം. ഹറാമായ സമ്പാദ്യത്തിൽ വളർന്നാൽ കുട്ടികളെ നന്നാക്കി കിട്ടാൻ പിന്നീട് നമ്മൾ പ്രയാസപ്പെടും. പഴയ കാല ഭാര്യമാര് ഭർത്താവിനോട് ജോലിക്ക് പോകുമ്പോ പറയത്രേ, ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ, നിങ്ങള് സമ്പാദിക്കാനല്ലേ പോണത്, ഹലാലെന്നെ സമ്പാദിക്കണേ. വൈകുന്നേരം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സമ്പാദിക്കാനല്ലേ പോണത്. അഥവാ വെറും കൈയോടെ വന്നിട്ട് ഇന്ന് പട്ടിണിയായാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് നരകം തീറ്റിക്കല്ലേ ദയവ് ചെയ്തിട്ട്. കണ്ടോ, 5 പൈസ ഹലാലല്ലാത്തത് ഉണ്ടാവരുത്, 5 പൈസ ഉണ്ടാവരുത്, 5 പൈസ ഉണ്ടാവരുത്. ഗസാലി ഇമാം റഹിമഹുല്ലാഹനെ രൂപപ്പെടുത്തിയ ഉസ്താദാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാം ഹറമൈനി റളിയല്ലാഹു സംവാദം നടത്തുമ്പോ പെട്ടെന്നൊരു വാക്കിൽ ഇടർച്ച വന്ന പോലെ ശിഷ്യന്മാരൊക്കെ നെട്ടി. വളരെ ഫ്ലുവന്റ് ആയ ഭാഷയിൽ എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന സംസാരശേഷിയുള്ള നമ്മുടെ ഉസ്താദിനെന്താ വാക്കിലൊരു ഇടർച്ച എന്നൊരു ആശങ്ക വന്ന് ശിഷ്യന്മാർക്ക്. ആ ആശങ്കയെ അസ്ഥാനത്താക്കിയിട്ട് പിന്നീട് സംവാദത്തിൽ മഹാൻ ജയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരി. ആ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹുവിനോട് ശിഷ്യന്മാര് സംവാദം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഹുസൈൻ എന്തേ സംസാരത്തിൽ ഒരു ഇടർച്ച വന്നുപോയത്? അതെ, എന്റെ കുഞ്ഞിളം കാലത്ത് എന്റെ ഉപ്പക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇമാമുൽ ജുവൈനി റഹിമഹുല്ലാഹ് ഉപ്പ എന്റെ വൈഫിനോട് അഥവാ എന്റെ ഉമ്മാനോട്, ഈ അല്ലാത്ത ഒരാള് എന്റെ മോനിക്ക് പാല് കൊടുക്കരുത്. അന്നൊക്കെ പണക്കാരായ പ്രധാനപ്പെട്ട കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ പാല് കൊടുത്ത് വേതനം കണ്ടെത്തുന്ന, ഈറ്റിന് നിൽക്കുന്ന, പ്രസവ ശുശ്രൂഷക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ അന്നൊരു കൾച്ചർ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെയും ഇവിടെ പണിക്ക് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് പാല് കൊടുക്കരുത്, പാല് നീ എന്നെ കൊടുക്കണം. ബിക്കോസ് നിന്റെ മുലപ്പാല് ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാൻ സമ്പാദിച്ച പണമാണ് നീ കഴിക്കുന്നത്, ആ ഫുഡിന്റെ ഫലമാണ് പാല് വരിക. സോ നീ അല്ലാത്ത ഒരാളും പാല് കൊടുക്കണം. അങ്ങനെ തന്നെ എന്റെ ഉപ്പയും സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം, പണ്ടുള്ള കാലം ഉമ്മ പറഞ്ഞു കൊടുത്ത കഥ പറയാ, ഒരു ദിവസം എന്റെ ഉമ്മ വീട്ടുമുറ്റത്തോ മറ്റോ ആയ സമയത്ത് കുഞ്ഞിളം കാലത്ത് ഞാൻ കരയാത്ര. അപ്പൊ അടിമ സ്ത്രീ, വീട്ടുജോലിക്ക് വന്ന അടിമ സ്ത്രീ ഓടി വന്ന് അവരുടെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് എനിക്ക് പാല് തരുന്നതാണ് ഉപ്പ വരുമ്പോ കാണുന്നത്. കാലുമേലെയും തല താഴെയാക്കിയിട്ട് വായില് വിരലിട്ടിട്ട് ഛർദിപ്പിച്ചു. പാലല്ലേ, ഒരു കട്ടല്ലല്ലോ, വെള്ളല്ലേ, എത്ര ഛർദിച്ചാല് അതിന്റെ ഒരു നനവെണ്ണാക്കിലൊക്കെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവല്ലോ. അതിന്റെ പ്രശ്നം ഈ സംസാരത്തിൽ ഇപ്പം എന്നൊരു കക്ക് വീണത് കണ്ടോ. അപ്പൊ നമ്മൾ മുതലാളിനെ പറ്റിച്ചിട്ട് ദുബായിന്നോ അബുദാബിന്നോ റാസൽ ഖൈമേന്നോ 2 ദിർഹം വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാലേ മക്കള് കേടുവരും. കാര്യമായിട്ട് നമ്മ ഫ്ലൈറ്റ് കയറി തന്നെ മക്കളൊക്കെ ഒന്ന് നന്നായി കാണാനാണ്. ഒരു മനുഷ്യനെയും പറ്റിക്കരുത്. സൂഫി ഭാഷയൊക്കെ നമ്മള് കിതാബെന്ന് വായിച്ചാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. നമുക്കില്ലാത്ത കഴിവ് അഭിനയിച്ചിട്ട് ആരുടെ അടുത്തൊന്നും പണം വസൂലാക്കരുത് എന്നുണ്ടല്ലോ ഒരു മസല. ഉദാഹരണത്തിന് മെഡിക്കൽ സയൻസ് അറിയില്ല ഒരാൾക്ക്, അയാള് വെറുതെ ഡോക്ടറേറ്റ് നേടിയ ഒരു മട്ടത്തിലാണ് ഉള്ളത്, ഡോക്ടറായ മട്ടത്തിലാണ് ഉള്ളത്. MBBS MD ഒന്നും അയാൾ പഠിച്ചിട്ടില്ല. അയാൾ വെറുതെ ഒരു ക്ലിനിക്ക് തുടങ്ങി, സ്റ്റെതസ്കോപ്പ് കഴുത്തിലോട്ട്, ഓവർകോട്ട് ഡ്രസ്സിന്റെ മേലെ ഇട്ട്,
ചികിത്സയെല്ലാം കഴിഞ്ഞ് കാലം കഴിഞ്ഞിട്ടാണ് അയാളെ നിയമപരമായി പിടികൂടുന്നത്. അയാള് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത കുറെ മരുന്നൊക്കെ കഴിച്ചിട്ട് ആൾക്കാരുടെ രോഗം മാറിയിട്ടുണ്ട്. ഈ മാറിയത് കൊണ്ട് ഇയാൾക്ക് ഫീസ് ഹലാലോ ഇസ്ലാമില്? റിസൾട്ട് അല്ല, യോഗ്യതയില്ലാത്ത പണിക്ക് ഇരുന്നിട്ടാണ് മുമ്പ് പണം സമ്പാദിച്ചത്. ഇതിനെ ഫിഖഹിന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിക്കുമ്പോ ആത്മീയ ഗ്രന്ഥത്തിൽ അതിനെ ആഡ് ചെയ്തിട്ട് ഒരു മസല പറയുന്നുണ്ട്. അത് ചിലപ്പോ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും വഅലിന്റെ മജ്‌ലിസിൽ കേട്ടുപോകുന്നത് നല്ലതാ. ഒരാൾ നമ്മള് നല്ല ആളാന്ന് വിചാരിച്ചിട്ട് ഒരു 2000 രൂപ തന്ന് ഒറിജിനലി നമ്മള് നല്ല ആളല്ല എങ്കിൽ ആ 2000ന്റെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് അതിൽ പറയുന്ന ഉത്തരം. നമ്മളൊക്കെ പേടിക്കണം. നമ്മളെ സമ്പാദ്യം ഏത് ഭാഗത്തിലൂടെയാണോ വരുന്നത് ആ ഭാഗം നമ്മൾ ക്ലിയർ ആണോ എന്നുള്ളത് ഉള്ളിന്റെ ഉള്ളിൽ ആലോചിക്കണം. അൽ ഫുസൂലുൽ അലമിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാമുനൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് തോന്നുന്നതിനേക്കാൾ നമ്മൾ സൂപ്പർ ആവുമ്പോഴാണ് നമ്മൾ മുത്തഖിയാവുക, അല്ലെങ്കിൽ ഫാസിക്കായി പോകും. നമ്മളെ കുറിച്ചൊക്കെ നമ്മളെ മക്കള് വിചാരിക്കണത് ഉപ്പേല എന്താ ജീവിതം അല്ലേ, ഉപ്പേല എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ മികവിലേക്ക് നീങ്ങണം. ശരിക്കും നമ്മുടെ ഉള്ളറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു നമ്മളെ ഉപ്പാന്ന് തന്നെ വിളിക്കോ എന്നൊരാശങ്കയാണെങ്കിൽ നമ്മൾ ഫാസിക്കായി പോവോ എന്ന് പേടിക്കണം എന്നാ ഹദ്ദാദ് ഇമാമിന്റെ ഭാഷയുടെ അർത്ഥം. അതതിന്റെ അർത്ഥം, അതതിന്റെ ഒരു താല്പര്യം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞു, മൂപ്പര് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇത് കേട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരോ പറയണത് അപ്പുറത്ത് പോയിട്ട് കരയാ, ഞാൻ നാട്ടുകാര് പറയണ പോലെ രാത്രി മുഴുവൻ നിസ്കരിക്കാറൊന്നും ഇല്ലല്ലോ, പകല് ഇബാദത്തുണ്ട് രാത്രി ഇബാദത്തുണ്ട് എന്നുള്ള ശരി, രാത്രി കുറച്ച് ഉറങ്ങാറുണ്ടല്ലോ. നാട്ടുകാര് പറയണത് ശരിയാവണല്ലോ അല്ലെ, മിനിമം അല്ലേ. അപ്പം പിന്നെ രാത്രി ഉറക്ക് വേണ്ടാന്ന് തീരുമാനിച്ച ആളാ. 40 കൊല്ലോ ഇശായിന്റെ വുളുകൊണ്ട് സുബഹിസ്കരിച്ച ആളാ. തബ്ഈലു സ്വഹീഫ ഫീ മനാഖിബി അബീ ഹനീഫ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട് ഇമാം സുയൂത്തി റഹിമഹുള്ളാഹ്. അതിലുണ്ട് ഈ ചരിത്രം. നമ്മളെ പണം ഹലാലായിരിക്കണം, നമ്മള് വസൂലാക്കുന്ന പണം ഹലാലാവണം. എന്നിട്ട് കുട്ടികൾക്ക് ആ പണം കൊണ്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോഴാണ് മക്കള് നന്നാവുക. 2 ഇനിയുള്ള 3 കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ, വളരെ വേഗത്തിൽ പറയാം. മൂന്നാമത്തെ, കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ സ്ഥലത്തും പാലിക്കേണ്ട മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മിൻ അദബിൻ ഹസൻ, ഏറ്റവും നല്ല സമ്മാനം സ്മാർട്ട് ഫോണല്ല, ടാബല്ല, വൈഫൈ വീട്ടിലാക്കി കൊടുക്കലും അല്ല, പുതിയ ബൈക്കല്ല. ഏതാണ് ഏറ്റവും നല്ല സമ്മാനം? ഏറ്റവും നല്ല സമ്മാനം വേറൊന്നുമല്ല, മിൻ അദബിൻ ഹസൻ, മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കല. ടോയ്ലറ്റ് പോകുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഉറങ്ങുമ്പോ, ഒരു സദസ്സിലിരിക്കുമ്പോ, മജ്‌ലിസിലിരിക്കുമ്പോ, ഡ്രസ്സ് ധരിക്കുമ്പോ, വീട്ടിൽ കയറുമ്പോ, ഇറങ്ങുമ്പോ, ഇങ്ങനെ അദബുണ്ട്. മിൻ അദബിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദക്ക് ഒരു കിതാബിന്റെ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കും. അതിനൊക്കെ ഉപ്പാക്കൊക്കെ സമയം ഉണ്ടാകണം. എല്ലാം ഉമ്മാക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി ഉപ്പമാര് നിർത്തണമെന്ന് ഷെഹ്റാൻ ഇമാം റഹിമഹുല്ലാഹ് ലവാഖിയിൽ പറയുന്നുണ്ട്. ഭാര്യനോട് പറയും, ദാ ഫൗസിയ എല്ലാം ഏൽപ്പിച്ചനെ, ക്യാഷ് എന്തെങ്കിലും ജിപേ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാന്ന്. അയ്യടാ, ആ പരിപാടി ഒന്നും ഇസ്ലാമിൽ പറ്റൂല. ഉമ്മാനെ ഏൽപ്പിക്കൽ പരിപാടി. ഉപ്പയും ഉമ്മയാണ് ഓട്ടോറിക്ഷന്റെ ബേക്കിലത്തെ 2 ടയർ, മുമ്പിലത്തെ ടയർ മോന അല്ലെങ്കിൽ മോള. മുമ്പിലത്തെ ടയറിന് കാറ്റ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ബേക്കിലത്തെ 2 ടയറിൽ ഒന്നും പഞ്ചറാവരുത്, എന്നാലേ സ്മൂത്ത് ആയിട്ട് വണ്ടി പോവുള്ളൂ. ഇതേ ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്, ചിലര് മദ്രസയിൽ ഉസ്താദിനെ ഏൽപ്പിക്കും, ഉസ്താദേ എന്റെ മോനാ നോക്കണേ, എന്ത് മോന്റെ നഖം, മോന്റെ മുടി, മോന്റെ പെയിന്റ്, ഇതെല്ലാം പാടെ ഉസ്താദ് നോക്കി. ഇയാളെന്താ നോക്കല്? ഇയാൾക്ക് എന്താ പണിയപ്പോ? അതും 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ നോക്കണം 32 പിള്ളേരുടെ. കാരണം 7:15 വന്നിട്ട് 8 മണിക്ക് പോണം ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ്, 8:15. ഈ 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് മുഴുവൻ നോക്കണമെങ്കിലേ
ഈ ഉസ്താദ് അപാര കഴിവുള്ള ആളാണ്. അങ്ങനെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഗ്രൗണ്ടിന്ന് ഉസ്താദിന് വിട്ടുകൊടുത്തിട്ട് ഗാലറിയിൽ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്ന പരിപാടി ഒന്നും ഉപ്പാക്കും ഉമ്മാക്കും പറ്റൂല എന്നാ ഇമാമിങ്ങള് 100-600 കൊല്ലം മുമ്പ് കിതാബിൽ എഴുതി വെച്ചത്. കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പ്രധാനമായിട്ടും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അദബ് ചെറിയ പ്രായം മുതലേ ഭക്ഷണത്തിന്റെ മര്യാദകളാണെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. അതിന് ഉപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിക്കലും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കുട്ടികളുടെ ചെറുപ്പത്തിൽ കൂടെ ഇരിക്കണം. ഒറ്റക്ക് കൊടുത്തിട്ട് കുട്ടികൾ ഭക്ഷണം ചെറുപ്പത്തിൽ തന്നെ ഒറ്റക്ക് കഴിപ്പിക്കുന്ന ശീലം ചില വീട്ടിലുണ്ടാവും. എന്നിട്ട് മുഖത്ത് കറി, പൊരിച്ചന്റെ കറ മറ്റു മുഖത്ത്, കവിൾത്തടത്തില്, ഡ്രസ്സില്, ഇങ്ങനെ ആവുന്ന ഒരു സ്വഭാവം കുട്ടികൾക്ക് വരാതിരിക്കാൻ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കണമെന്ന് ജാമിഉൽ അസ്ഹറിന്റെ പഴയകാല ഷെയ്ഖായിരുന്ന അല്ലാമ അംബാബിയുടെ റിയാദത്തുസ് സുബിയാൻ എന്ന കിതാബിൽ വായിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചിരിക്കല് ശരിക്കും സുന്നത്താണല്ലോ. ഒന്നിച്ചിരിക്കണം. സമ്മില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുട്ടികളോട് ബിസ്മില്ല കുൽ മിമ്മ യലീക് അടുത്തുനിന്ന് തന്ന് ഒരു കുട്ടി ഓട്ടി വന്ന് ഹറിബറിയായി കൈ നീട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചല്ലോ. ബിസ്മി അടുത്തുനിന്ന് കുൽ ബിയമീനി വലത് കൈ കൊണ്ട് തിന്ന്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനൊക്കെ ഉമ്മാക്ക് ഉപ്പാക്ക് സമയമുണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒറ്റൊരു മോന് മതി സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഉപ്പാക്കും ഉമ്മാക്കും അജണ്ട ഉണ്ടെങ്കിൽ 100 മക്കളൊന്നും വേണ്ട, ഒറ്റൊരു കുട്ടി മതി. ഈ കുട്ടി ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള ദിക്ർ, വരുമ്പോൾ ഉള്ള ദിക്ർ, പിന്നെ ബിസ്മി, ഹംദ്, ഉറങ്ങാൻ നേരത്തുള്ള മര്യാദ, ഇതെല്ലാം ചെറുപ്പത്തിൽ 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് കാലത്ത് പഠിപ്പിച്ചാല് ഒരു 10 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം ഇതൊക്കെ ശീലിച്ചു കിട്ടിയാല് ഈ കുട്ടീന്റെ 10-68 കൊല്ലം ഈ കുട്ടി കോടിക്കണക്കിന് തവണ ആ ദിക്ർ ഔറാദ് കൊണ്ടു നടക്കുന്നതിന്റെ കൂലി ഉമ്മാന്റെ ഖബറിലെത്തിയാല് ഉപ്പാന്റെ ഖബറിലെത്തിയാല് ആ ഖബർ മണ്ണറയാവുമോ മണിയറയാവുമോ? ഉറപ്പല്ലേ മണിയറയാവുമോ? ഒറ്റ മോൻ മതി ശരിക്ക് ജയിക്കാൻ. ഉപ്പാക്കുമ്മാക്ക് അജണ്ട ഉണ്ടെങ്കിൽ ഒരു മോൻ മതി ശരിക്കും പറഞ്ഞാൽ. അതിന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സദസ് എന്ന് പറഞ്ഞാല് ഗസ്റ്റ് ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചില കുട്ടികൾക്കുള്ള ഒരു ദുസ്വഭാവം ഉണ്ട്. എന്തേ? കുറച്ച് ദൂരത്ത് പോയി ഇരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെയും ഭക്ഷണത്തെയും ഇങ്ങനെ നോക്കും. ആ സ്വഭാവം നിരുത്സാഹപ്പെടുത്തണം കുട്ടികളില്. ആ ഉസ്താദല്ലേ ഏതാ തീറ്റമോനെ കാടല്ല അങ്ങനെ തന്നെ ബലിക്കല്. ഈ കുട്ടി നമ്മൾ വിളിക്കണം, തമാശാക്കരുത്. അത് ചില വീട്ടിൽ പോയാൽ മനസ്സിലാവും ആ ഉപ്പാക്കുമ്മാക്ക് അന്തുണ്ടോ ഇല്ലയോ ഉണ്ടല്ലോ. ചില വീട്ടിൽ നമ്മളൊക്കെ നമ്മളെല്ലാരെയും കുറിച്ചാ പറയാം, പോയാൽ മനസ്സിലാവും. ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ വീട്ടിലെ പിള്ളേരുടെ മെച്യൂരിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉപ്പാക്കുമ്മാക്കും ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചു. ഉറപ്പ്. അത്തരം കുട്ടികൾ നമ്മൾ വിളിക്കാം, മോനെ അവിടെ പിന്നെ മൂത്താപ്പ ഇളയപ്പ എല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഇങ്ങനെ നോക്കിയിരിക്കില്ല, എന്താണ് മോശം സ്വഭാവം, നേരത്തെ കഴിച്ചില്ലേ? ആർത്തിയില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. മുന്തിയ ഇനം തന്നെ ഫുഡിലും ഡ്രസ്സിലും കുട്ടികളെ പഠിപ്പിക്കരുത്. പൊങ്ങച്ചത്തിന്റെ വർത്തമാനങ്ങൾ കുട്ടികളിൽ ഇല്ലാതിരിക്കണം. എന്റെ ഉപ്പ നാളെ ഖത്തർന്ന് വരുമ്പോ അങ്ങനെയല്ലോ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ മുട്ട പുഴുങ്ങിയ വായിലിട്ട ഡയലോഗൊക്കെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അടിച്ചൊതുക്കണം. എല്ലായിടത്തുനിന്നും വാങ്ങണമെന്ന് ചിന്തിക്കുന്ന സ്വഭാവം കുട്ടികളിൽ നിരുത്സാഹപ്പെടുത്തണം. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാ. എത്ര നൂറ്റാണ്ട് മുമ്പ് ഗസാലി ഇമാം റഹിമഹുല്ലാഹി എഴുതി വെച്ചതാ. എന്നിട്ട് നമ്മളിങ്ങനെ പാരന്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരതുക. ഏടെങ്കിലും പാരന്റിങ് ഉണ്ടോ നോക്കാൻ. ചിലര് പാരന്റിങ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉപ്പിയുമ്മയും നമ്മളെ വളർത്തിയ ശരിയില്ല. ഇന്നത്തെ ക്ലാസ്സിലല്ല പങ്കെടുക്കേണ്ടത്. അസിലിനെ എതിർക്കുന്ന ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കരുത്. നമ്മളാണ് വലുത് എന്ന് തോന്നുന്ന വൃത്തികെട്ട ധിക്കാരത്തിന്റെ എലമെന്റ്സുകളുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ചിലരുടെ ക്ലാസ് കേട്ടാൽ കുറെ സൈക്കോളജിയുടെ ടിപ്സും വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവര് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലായാല് നമ്മൾ ഉപ്പിയുമ്മയും നമ്മൾ വളർത്തിയ ശരിയില്ലല്ലേ. ഭയങ്കര അത്തരം വർത്തമാനങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? എന്നെ ക്ലാസ് നിന്ന് പുറത്താക്കിയ ടീച്ചർമാർക്ക് അടക്കമുള്ള ടീച്ചർമാർക്ക് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിട്ടാ വരുന്നത്. എങ്ങനെയുണ്ട് ഈ വർത്താനം? എന്താ ഈ വർത്താനത്തിലൂടെ പുതിയ ജെൻസി ടീമിന് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ വർത്താനത്തിന്റെ ഊക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
കുട്ടികൾ എപ്പോഴും തവാളുഇന്റെ കുട്ടികളാണ്. തറഫുഇന്റെ, തനഉമിന്റെ, ഫിൽ മത്വാഇമി വൽ മലാബിസി, ഫുഡിലും ഡ്രസ്സിലൊന്നും മുന്തി ഇനം മാത്രം കുട്ടികളെ പഠിപ്പിക്കരുത്. കുട്ടികളെ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഫ്രൈ ആക്കാന് ബീഫും ചിക്കനും മട്ടനൊക്കെ ഉണ്ട് തന്നെ കരുതുക, അല്ലെങ്കിൽ ഫിഷ് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്നാലും വലുതൊന്ന് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ 2 ലെഗ് പീസ് അവിടെ വെച്ചു കൊടുത്തിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട്, അബ്ദുള്ള മോനോട് പറയണം, ഇക്കാക്ക ഇപ്പൊ എത്തും, ഒന്ന് ഇക്കാക്കക്ക് വെക്കണേ. അതെന്തിന്? എനിക്കിത് ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ വേറൊരാൾക്ക് കൊടുക്കണമെന്ന പാരസ്പര്യബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അല്ലാതെ ഞാൻ പിന്നെ പിള്ളേർക്ക് ഒരു കഷ്ടപ്പാട് പഠിപ്പിച്ചിട്ടുള്ളൂ സാറേ, എല്ലാം വലുതേ വാങ്ങി കൊടുക്കാറുള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് നല്ലൊരു പാരന്റിന്റെ ഡയലോഗാണ്? അല്ല, ഇത് ശരിയല്ലാത്ത റൂട്ടാണ് ഇസ്ലാമിക തസവുഫില്. ഇത് ശരിയല്ല. ഇത് ആഗ്രഹം ഉണ്ടായിരിക്കത്തിന് ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ടോപ്പ് മനസ്സ്, പാരസ്പര്യബോധം, മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ട്രെൻഡ്, അതാ കുട്ടിയൊക്കെ ചെറുപ്പത്തിലേ കൊടുക്കേണ്ടത്. അതല്ലേ യുദ്ധമുഖത്ത് ഷഹീദാവാനിരിക്കുന്ന സ്വഹാബിയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെള്ള ആഗ്രഹം വന്ന ഘട്ടത്തിലും ഈ ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്, അൽമാവ്, വേറെ ആരോ വെള്ളം ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്തിയ വെള്ളമാണ് വേണ്ടാന്ന് പറയണത്, വേണ്ടാന്ന്. ആ സ്വഹാബിക്ക് കൊടുത്തു. ആ സ്വഹാബി അപ്പുറത്ത് 3 ആളും ഷഹീദായി. വെള്ളം കൊണ്ടുപോയ സ്വഹാബിയുടെ കയ്യിൽ വെള്ളം ബാക്കിയായി. ഈ 3 ആളും സ്വർഗത്തിലേക്ക് പറന്നിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയത്? ഗുരുവര്യരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരസ്പര്യ ബോധ. അതാണ് ഇതാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഒരു മിഠായി വലുത് വാങ്ങിയിട്ട് മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, അനുജത്തിക്കും അനുജനൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ പഠിപ്പിക്കണം. ഇടക്ക് ഇപ്പോഴും എല്ലാവർക്കും ഓരോന്ന് മിഠായി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇടക്ക് അങ്ങനെയും പഠിപ്പിക്കണം. ഒരു 85 രൂപന്റെ കുറച്ച് വലിയ മിഠായി വാങ്ങിക്കൊടുത്തിട്ട് പറയാ, ഇതെല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കൊടുക്കൂലേ? എന്നിട്ട് നമ്മുടെ കണ്ണ് രണ്ടും ഈ ഭാഗത്താണെങ്കിലും ഒരു കണ്ണ് ഇപ്പം തൽക്കാലം അങ്ങോട്ടേക്ക് നോക്കണം. നിരീക്ഷണത്തിന്റെ കണ്ണ്. അതെന്ത് കണ്ണാ? എന്റെ മോന് എങ്ങനെയാ അത് പീസാക്കുന്നത്, എങ്ങനെയാണ് അത് വിതരണം ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ഒരു പാർട്ട് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ എന്തല്ല ഉപ്പനോട് മോൻ ചോദിച്ച് ഉപ്പല്ലേ ചോക്ലേറ്റ് വാങ്ങൂന്ന് പറഞ്ഞത്, വാങ്ങീന? ആ വാങ്ങീന്. വാങ്ങീന്. ആ ഉപ്പ എന്നത്താ അത് തരാ, ഇപ്പം തന്നാല് മോനെ എല്ലാരും കാണും, എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് മോനിക്ക് ഇപ്പൊ തരുന്നില്ല. ശരിക്കും നിങ്ങൾ ആ വർത്തമാനത്തിന്റെ ഷർഹ് ആലോചിച്ച് നോക്കിയേ. ഇപ്പം മോനിക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്ന് മിഠായി തന്നാല് എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ആർക്കും കൊടുക്കാണ്ട് തിന്നാന് മോനിക്ക് റൂമെന്ന് തരാം. ഈ കുട്ടി എന്താ നമ്മളെ നിന്ന് പഠിച്ചത് വെറുതെ ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ചില ഉപ്പമാര് ഇങ്ങോട്ടേക്ക് വാ, അടുത്തു വാ, ഇതാ കീശയിലിട്ടോ, എന്നിട്ട് മേലെ റൂമിൽ പോയിട്ട് തിന്നോ. ഈ കുട്ടി ഭാവിയിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാല് ഹുണ്ടിപ്പണം എങ്ങനെ കൈമാറാം എന്നുള്ള കോഴ്സ് പൂർത്തിയായി. ഇനി നേരെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഇനി പ്രത്യേകിച്ച് എനിക്ക് കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ, ഡ്രസ്സിന്റെ, ഉറക്കിന്റെ, പകൽ ഉറക്കം കുട്ടികളിൽ നിരുത്സാഹപ്പെടുത്തണം. 2 മണിക്ക് ഉറങ്ങുന്ന ഇൻസ്റ്റാ കുട്ടികളോട് തിരുത്തി കൊടുക്കണം. നേരത്തെ ഉറങ്ങണം എല്ലാവരും. നമ്മളെ വീട്ടിൽ ഈ കമ്മ്യൂണിറ്റി ഇനി നാശത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സ്വഭാവം കൂടി ഉണ്ടായാൽ മതി. എന്ത്? ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സ്വഭാവം, പകൽ ഉറങ്ങുക. നമ്മളെ ജീവിതത്തിലെല്ലാം ഹിർക്കത്തുന്നല്ലേ, ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പകലിന്റെ ആദ്യ സമയത്തുള്ള ഉറക്കം. സുബഹ് ഖളാക്കിയിട്ട് ലോകത്ത് എന്ത് ദീനീ പ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? സുബഹ് ഖളാക്കുന്ന ഒരു ജീവിതത്തിന് എന്ത് ബർക്കത്ത് ഉണ്ടാവില്ല? അതല്ലേ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ മുഖ്തസറുൽ ഇലാഹിൽ പറഞ്ഞത്, ലൗ ഹജ്ജത അൽഫ ഹിജ്ജത്തിൻ, നീ 1000 ഹജ്ജ് ചെയ്തു എന്ന് വിചാരിക്കാം. 1000 ഹജ്ജ് ചെയ്തു, ഒരു ദിവസം നിസ്കാരം ഖളാക്കി, വാൻ തഖാസിറു, നീ പരാജിതനാണ്. നേരത്തെ ഉറങ്ങണം കുട്ടികൾ.
എല്ലാ ഇന്റർനെറ്റ് സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കുക, എല്ലാ പ്രൈവറ്റ് റൂമിലും നെറ്റ് കിട്ടുക, എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്നിട്ട് പിള്ളേർക്ക് വേണ്ടി ദ്വാരക്കുക എന്ന് പറയുന്നിടത്ത് ഒരു രസക്കുറവില്ലേ? ശരിക്ക് ഇല്ലേ? കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മുഴുവനും സെൻട്രൽ ഹാള് പബ്ലിക് റൂമില് ആക്കുക, പ്രൈവറ്റ് റൂം ഒന്ന് മാറ്റുക. ലാപ്ടോപ്പും ടാബും ഉപയോഗിച്ചുകൊണ്ട് അസൈൻമെന്റ് പ്രൊജക്ടിന് കോണ്ടന്റ് എന്തെങ്കിലും കലക്ട് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന സെൻട്രൽ ഹാളിന് ചെയ്തോട്ടെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കോട്ടെ സെൻട്രൽ ഹാള്. ദാറ്റ്സ് എനഫ്. കുട്ടികൾക്ക് അദബ് കൊടുക്കണം, ഉറക്കിന്റെ. അതിനൊന്നും ഉപ്പാക്കും ഉമ്മാക്കും സമയമില്ലെങ്കിൽ നമ്മളെ മക്കള് നന്നായി കിട്ടൂല. രണ്ട് കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. നമ്മളെ മക്കള് നന്നാവാനുള്ള നാലാമത്തെ കാര്യം, അവർക്ക് ദീനിയായ വിജ്ഞാനങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് നല്ലോണം പഠിക്കണം. ഭൗതികമായിട്ടും കുട്ടികൾ പഠിക്കണം. നിങ്ങളുടെ തൊട്ടിപ്പുറത്താണ് എയർപോർട്ട് കിടക്കണം. പല ആൾക്കാരും എയർപോർട്ട് വഴി കടന്നു പോകുമ്പോ GCCയിലേക്ക് തന്നെ പറയണത്, വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്കല്ല. പോകുമ്പോ എന്താ ഉണ്ടാവല് കയ്യില് എന്ന് വെച്ചാല് ബിഫാമിന്റെ VDS, FAMD, MLT, ആയുർവേദിക് MBBS സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാര് അവിടെ പോകുമ്പോ എന്താ ഉണ്ടാവല്? ഉണ്ട, മണ്ട, കാജ, അച്ചാറ്, ചാറ്. എയർപോർട്ട് കസ്റ്റംസ് ആറാറ്റം ലഗേജ് അധികമായിട്ട് പൊളിച്ചു നോക്കിയാൽ ചിലപ്പോ ഒരു ചോദിക്കാൻ സാധ്യത ഉണ്ട്, അവിടെ ബേക്കറി ആണോ ജോലി? എന്നിട്ട് ഭാര്യന്റെ ഉമ്മയും സ്വന്തം ഉമ്മയും വിളിച്ചു ചോദിക്കും, ബോർഡിംഗ് പാസ് കിട്ടി, ലഗേജ് 32 കിലോ ഉണ്ടായിന്, ഭാഗ്യത്തിന് കഴിച്ചില്ലാന്ന്. എങ്ങനെ കഴിച്ചിലാവാതിരിക്ക? എത്ര നേരെ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ആ വലിയ ഡബ്ബ അച്ചാറ് വിടാനായി ചൊല്ലുന്നത്. നാരസലാത്തിന്റെ ഫലം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ എത്ര കാലം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുക. ചില നാട്ടിലൊക്കെ പിള്ളേരോട് ചോദിച്ചാല് എന്താ ചെയ്യുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നു. ഞാൻ ചോദിക്കല് എങ്ങനെയാന്ന് ചോദിക്കല്. എങ്ങനെ നിൽക്കാന്? നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും വിശേഷിച്ച് മലബാർ ജില്ലകളിലും എത്ര മതസ്ഥാപനങ്ങളുണ്ട് നമ്മൾ ഉസ്താദ്മാര് കെട്ടിപ്പടുത്തത്. നമ്മള് പ്രവാസികൾ കൊടുത്ത സംഭാവനകൾക്ക് മുഴുവനും തെളിവായിട്ട് ഉസ്താദ്മാര് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? ഇല്ലേ? ലോകത്ത് അറിയപ്പെട്ട മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്കുകൾ വരുമ്പോ വലിയ വലിയ ആലിമീങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണാറില്ലേ? നമ്മുടെ സ്ഥാപനങ്ങളുടെ ഈ പോസ്റ്ററുകളിൽ അഭിമാനപൂർവ്വം. ഒരാൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക മേഖലയിൽ മികച്ചു നിൽക്കണം എന്നുള്ളത് മതപഠനം എന്നുള്ളത് തടസ്സാണോ? അല്ലല്ലോ. എല്ലാ സംവിധാനങ്ങളും വരുന്നില്ലേ? ഇന്ത്യയിൽ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ച കുറെ ഡിക്ലറേഷൻ കാണുമ്പോ നമ്മൾ കാണുന്നില്ലേ നമ്മളെ പരിസരത്തെ സ്ഥാപനങ്ങളുടെ ഈ പോസ്റ്ററുകൾ? അൽഹംദുലില്ലാ, ഉസ്താദുമാരുടെ അതിന് വലിയ നേതൃത്വം നൽകുന്ന ആളെന്നല്ലേ നമുക്ക് നാളെ സ്വലാത്ത് വാർഷികത്തിന് നേതൃത്വം നൽകുന്ന ബദർ സ്വാദാത്ത് തങ്ങളവറുകൾ. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത്, ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളെ മക്കൾക്ക് ദീനിയായ വിജ്ഞാനം നന്നായി കൊടുക്കണം. എന്റെ മോനെ കൊണ്ട് എനിക്ക് സ്വർഗാണ് കിട്ടേണ്ടത് നമ്മൾ ഉറപ്പിക്കണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു തന്റെ ഫൈലുൽ ഖദീറിൽ പറയുന്നുണ്ട്. എന്താ കാര്യം? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ ഇബാദത്താണ്. ഇൽമിന്റെ അഹ്ലുകാർക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് തകാഫുൽ ഏറ്റെടുക്കലൊക്കെ ഭയങ്കര ഇബാദത്താണ്. പക്ഷെ അതിന്റെയൊക്കെ എത്രയോ 10 മടങ്ങ് പ്രതിഫലാണ് സ്വന്തം മോനെ ആലിമാക്കല്. മിക്ക സ്ഥാപനത്തിന്റെയും ഭാരവാഹികൾ അല്ലെങ്കിൽ പ്രാസ്ഥാനിക നേതാക്കൾ നല്ലോണം സംഭാവന സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കും. നല്ല കാര്യം തന്നെ, അതിലൊന്നും എതിരഭിപ്രായമേ ഇല്ല. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കൂല, എനക്കൂല. നിങ്ങള് നോക്കിയോ, നിങ്ങള് മൊത്തം ഗ്രാഫ് എടുത്ത് നോക്കിയേ, സ്വന്തം മോനെ ആലിമാക്കണ പരിപാടി ഇല്ല. അത് സംഭാവന തരാം, അത് തെറ്റാണെന്നോ അതിലെന്തോ ശരിക്കേടുണ്ടോന്നോ അല്ല എന്റെ വർത്തമാനത്തിന്റെ താല്പര്യം. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കുന്ന മഹത്വമൊന്നും ബാക്കിയുള്ള ആർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും കൂലിയൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് പ്രതിഫലം ഉണ്ട്, ശരിയാണ്. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കുക, മകളെ ആലിമത്താക്കുക, അതല്ലേ വലിയ പ്രതിഫലം. എന്താ കാരണം? നമ്മൾ വേറൊരാൾക്ക് ഭക്ഷണം കൊടുത്താല് ആ ഭക്ഷണം കൊടുത്ത ഇത്വാമിന്റെ സ്വതക്കയുടെ പ്രതിഫലം കിട്ടും, ഷുവർ. ആ ഭക്ഷണത്തിന്റെ ശക്തിയിൽ അയാൾ ഇബാദത്ത് ചെയ്യുന്ന
ഡെയിലിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും, ഷുവർ, ശരിയാണ്. അതൊക്കെ ഒരു കാലത്ത് തീർന്നു പോയേക്കാം അല്ലേ? ഒരു മോനെ ആലിമാക്കിയാലുള്ള മെച്ചങ്ങളെ ആലോചിച്ച് നോക്കിയ. നമ്മളൊരു മോനെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ പഠിച്ച് സഖാഫി ബിരുദം എടുത്ത് പുറത്തിറങ്ങുമ്പോ ചുരുങ്ങിയത് ഒരു 9 കൊല്ലം അവന്റെ ജീവിതത്തില് കിതാബിലൂടെയുള്ള സഞ്ചാരം ഉണ്ടാവും. എല്ലാ ദിവസവും അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ദിനരാത്രങ്ങൾ ആ കുട്ടീന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അനബിന് മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, അൻ അബീ ദുജാനത റളിയല്ലാഹു അൻഹു, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു. ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി, ഇബ്നു മാജ, തബ്റാനി, താറഖൂത്തിനെ ഏത് ഹദീസിന്റെ കിതാബിലും ഇങ്ങനെ സ്വഹാബിമാര് ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം റംലി റഹിമഹുല്ലാ ഇങ്ങനെ പറയുമ്പോ ഈ കുട്ടി ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കണ ദുആ എന്താണ്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു എന്ന് ദ്വാരക്കുമ്പോ എന്താണ് ഈ ദുആന്റെ അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ അല്ലെ? റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ എന്നാണ് അതിന്റെ വൽഹാസിൽ താല്പര്യം. ഇത് ആർക്കുള്ള ദുആണ് ഇയാൾ നടത്തുന്നത്? ഈ മുത്തല്ലിമായ മോന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്. ഒരാൾക്ക് ബിളഹിരിൽ ഗൈബി അവരുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ ദ്വാരന്നാല് മലക്കള് ചടപട വന്നിട്ട് ഇയാൾക്ക് വേണ്ടിട്ട് ദ്വാരക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദ്വാരുന്ന മോനല്ലേ? മോനക്കും അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ. അപ്പൊ ഈ മോനക്ക് അള്ളാന്റെ ഇഷ്ടം കിട്ടും അല്ലെ? ഒരു മോന് സഖാഫിയാവുന്ന ആ കാലം എത്രയും എത്രായിരം സ്വഹാബിമാരുടെ പേരിൽ റളിയല്ലാഹു അൻഹു, ഇമാമിങ്ങളുടെ പേരിൽ റളിയല്ലാഹു അൻഹു ദിവസക്കണക്കിന് ചൊല്ലു ആ കുട്ടി. അപ്പൊ ഈ മോന് സ്വാലിയാവും. മോന് സ്വാലിയായാലോ ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വ വലദ വലദിഹി വൽ ഖറിയത്തല്ലതി ഹുവ ഫീഹാന. ഒരാള് സ്വാലിയായാൽ അവരുടെ മക്കളൊക്കെ നന്നാവും. അപ്പൊ ഇയാളുടെ അടുത്തൊരു തലമുറ നന്നായി കിട്ടും. നമ്മളെ മോനും നമ്മളെ മോന്റെ മോനും സ്വാലിയായി കിട്ടിയാലുള്ള മെച്ചം എന്താ? അതൊക്കെ ബി സ്വലാഹിൽ അബിനായി മക്കള് സ്വാലിഹീങ്ങളായാൽ അതിന്റെ ഉപകാരം സ്വന്തം ഉപ്പമാർക്കും കിട്ടും. അതെങ്ങനെ? വകാന അബൂഹുമാ സ്വാലിഹാ. ഈ ആയത്തിന്റെ തഫ്സീർ നോക്ക്. ഉപ്പ നന്നായാൽ മക്കൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവും, മക്കളെ നന്നായാൽ ഉപ്പാക്കും അതിന്റെ ഉപകാരം ഉണ്ടാവും. അതിന് ഞാൻ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ പേര്, ആ പേരും അവരുടെ ഉപ്പാന്റെ പേരും റൗളയിൽ വെളിവാക്കും. ഉദാഹരണത്തിന് അബ്ദുള്ള എന്ന പേരുള്ള ഒരു മോനെ സ്വലാത്ത് ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. അപ്പൊ മലക്കൾ എന്താ റൗളയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക? യുസല്ലി അലൈക, നബിയെ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു ആര്? ഫുലാനു ബിനു ഫുലാൻ, ഇന്നാലിന്നാളുടെ മകൻ ഇന്നാലിന്നയാൾ സ്വലാത്ത് ചൊല്ലുന്നു. അഥവാ യുസല്ലി അലൈക അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ അബ്ദുള്ള തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോ മോന് സ്വലാത്ത് ചൊല്ലുമ്പോ ഫ്രീ ആയിട്ട് ഉപ്പാക്ക് റൗളയിലേക്ക് പ്രവേശനം കിട്ടി. എല്ലാ ദിവസവും യുസല്ലി അലൈക അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഖാദർ, യുസല്ലി അലൈക ഫാത്തിമ ബിൻത് അബ്ദുൽ ഖാദർ. എല്ലാ ദിവസവും ഉപ്പാന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ പതിയും. വമൻ ദഖലഹു കാന ആമിന, റസൂലുള്ളാഹിന്റെ ഖൽബിൽ ഒരാളുടെ പേര് പതിഞ്ഞാൽ കാന ആമിന, പിന്നെ അയാൾക്ക് ആഖിറത്തിൽ പേടിക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മോന് ഒരു അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ മാത്രമുള്ള പവറേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സനൂസി ഇമാം റഹിമഹുല്ലയുടെ ഉപ്പ വഫാത്തായപ്പോ ഒരാള് സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചു, എന്തുണ്ട് സ്വർഗത്തിലെ അവസ്ഥ? ഹൈ ലെവൽ പോസ്റ്റല്ലേ എനിക്ക് കിട്ടിയത്. എന്തേ കാരണം? എന്റെ മോന് എന്തെല്ലാം വലിയ വലിയ ആലോചന നടത്തുന്നത്. നമ്മളെ മോന് ഒരു മുദരിസായാല് തുഹഫയും നിഹായും അസ്നൽ മത്താലിബും മുഗ്നിൽ മുഹ്താജും കൻദുർ റാഗിബീനും ഫതുൽ മൊയ്നും ഇയാനത്തിലെയും വരികളും വരികളുടെ വരികളും നിർദ്ധാരണം ചെയ്ത് മസലകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കുട്ടിയുടെ ചോദ്യത്തിന്റെ ഉത്തരം അലി ശിബ്ര മല്ലിസിയുടെ കിതാബെന്നോ അല്ലെങ്കിൽ ഇമാം റഷീദി തങ്ങളുടെ വ്യാഖ്യാനത്തെന്നോ ബുജൈരിമിയോ ബാജൂരിയോ ഉദ്ധരിച്ചു പറയുമ്പോ ആ കുട്ടീന്റെ തലച്ചോറിന് മികവെന്തായിരിക്കും? ഈ ഉമ്മാക്കത്ര പവർ ഉണ്ടാവും. അതിന് വലിയ ആലോചന നടത്തുന്ന മോനെ നമുക്ക് വേണ്ടേ? വേണം. 6ാം ക്ലാസ് നിന്ന് മദ്രസ ഒഴിവാക്കാൻ ഒരു ഉമ്മാക്ക് വരുന്ന ധൈര്യം സമ്മതിക്കണ്ടല്ലേ? എങ്ങനെ ഒരു ഉമ്മാക്ക് ധൈര്യം വരുന്നത്? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ, ഒരു ഉമ്മാക്ക് എങ്ങനെ ധൈര്യം വരുന്നത്? അങ്ങനെ നമുക്ക് ധൈര്യം വരാൻ പറ്റുമോ? ഇല്ല.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഉമ്മ അനുഭവിക്കുന്ന സുഖം എന്തൊരു വലിയ സുഖമായിരിക്കും. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കോടിക്കണക്കിന് മനുഷ്യന്മാര് നിസ്കരിക്കുന്ന നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ അതിന്റെ പ്രതിഫലവും പ്രതിഫലനങ്ങളൊക്കെ ഈജിപ്തിലുള്ള ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖബർ അനുഭവിക്കുമ്പോ ആ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ അനുഭവിക്കുന്ന സുഖം ആലോചിച്ച് നോക്കിയേ. അക്കാലത്തെ മനുഷ്യരുടെ ഉമ്മമാർ ഉപ്പമാർ ആരെങ്കിലും ചിത്രത്തിലോ ചരിത്രത്തിലോ ഉണ്ടോ? ഷാഫി ഇമാമിന്റെ കാലത്ത് കുറെ ആന്ത്രോപോളജിസ്റ്റും സൈക്കോളജിസ്റ്റും പൊളിറ്റീഷ്യൻസും ഒക്കെ ഇല്ലേ? ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ അനുഭവിക്കുന്ന സുഖം വേറെ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് കിട്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കള് ദീൻ പഠിക്കണം, നന്നായിട്ട് ഇൽമ് അനുഭവിക്കണം. ജാമിയത്തുൽ ഹിന്ദിന്റെ എത്ര സ്ഥാപനങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്? 600-ലധികം മതസ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ മക്കളെ കൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ താല്പര്യപ്പെടേണ്ടത് ആ മോനെ കൊണ്ട് സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. ഭൗതികമായ താല്പര്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മളെ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തിന്നാനും കുടിക്കാനൊക്കെ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. പ്രയാസം അനുഭവിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഉമ്മ നെയ്ത്ത് ജോലി ചെയ്തിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ മുത്തഅല്ലിമാക്കണത്. എഴുതാനുള്ള പേന വാങ്ങാൻ വരെ പണം ഇല്ലാത്തൊരു ജീവിതം അനുഭവിച്ച ആളാ ഇമാം ഷാഫി റളിയല്ലാഹു. എഴുതാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്തു വന്ന് ആ എല്ലുകൾ കഴുകി വൃത്തിയാക്കി ആ എല്ലിന്റെ മേലെ ഇൽമ എഴുതി വെച്ച് ഒരു റൂം മുഴുവൻ എല്ല് നിറച്ചു വെച്ചിരുന്നു ആ കുഞ്ഞുമോനായ ഇമാം ഷാഫി റളിയല്ലാഹു. ആ മോനാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകം മുഴുവൻ ഇൽമിന്റെ വെളിച്ചം നിറച്ചു വന്ന മോനാക്കി മാറ്റിയത്. കണ്ടോ ആ മോന. ഇമാം ഷാഫി റളിയല്ലാഹു എഴുതാൻ കഴിയാത്തോണ്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിൽ ഇരിക്കുമ്പോ ഇടത്തെ കൈയിന്റെ പുറം ഭാഗത്ത് വലത്തെ കൈയിന്റെ വിരലോണ്ടൊക്കെ എഴുതി വെക്കും. എഴുതാൻ പേനയും പേപ്പറും വാങ്ങാൻ പണം വേണ്ടേ? ദർസിന്റെ പുറത്തിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫീസിന് വക വേണ്ടേ? ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ആലിമാക്കണം എന്ന് ഉമ്മാന്റെ ഒരു തീരുമാനം. ഇമാം ഷാഫി തങ്ങളുടെ വളരെ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ ഉപ്പ മരിച്ചുപോയിരുന്നു. വനശഅ ഫീ ഹിജ്രി ഉമ്മിഹി യതീമൻ, ഉമ്മാന്റെ മടിത്തട്ടിൽ യതീമായി വളർന്ന മോനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എനിക്ക് ആകെ ഈ മോനല്ലേ ഉള്ളൂ, ഈ മോനെ ഏടെങ്കിലും പഠിക്കാൻ പോയാൽ തക്കാളി വാങ്ങിത്തരാൻ ആരുമില്ല എന്നുള്ള കുഞ്ഞാലോചന അല്ല ഉമ്മാന്റെ ചിന്തയിൽ ഉണ്ടായത്. ഈ മോനെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്നാ വിചാരിച്ചേക്കണം. ആ മോന് പഠിച്ചു വളർന്ന് വലുതായി ആലിമായി ആൾക്കാരോ 100 ദിർഹം അങ്ങോട്ട് കയ്യിൽ ഹദിയായിട്ട് കൊടുത്ത് അതുമായിട്ട് വീട്ടിൽ വരുമ്പോ ഈ ഉമ്മ ഉണ്ടല്ലോ, ബുദ്ധിമതിയായ ഉമ്മ വീട്ടിന്റെ പുറത്തേക്ക് നോക്കിയിട്ട് മോന്റെ കയ്യിലുള്ള പണം കണ്ടിട്ട് പറയുന്നുണ്ട്, അയ്യയ്യേ, അതൊന്നും ഇല്ലാതെയല്ലേ എന്റെ മോനെ ഇത്രമേൽ വളർത്തി വലുതാക്കിയത്, അതെന്തിനാ ഇങ്ങോട്ടേക്ക് മുസീബത്ത് പണവും കൊണ്ടുവരുന്നത്, അതാർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വാ മോനെ. ആ മോന്റെ ഉമ്മ ഇന്ന് അനുഭവിക്കുന്ന സുഖത്രയിരിക്കും. നമ്മളെ മോനെ കൊണ്ട് നമ്മൾ അനുഭവിക്കണ്ടേ? 6 മക്കളുണ്ട്. ഒരാള് BDS, വേറൊരാള് ഫാംഡി, ഒരുത്തൻ CMA, ഒരുത്തൻ MBBS, ഒരുത്തൻ വേറെ 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 കോഴ്സുകൾ. ഒരൊറ്റെണ്ണത്തിന് തജ്വീദ് അറിയില്ല, ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഗാമും ബിലാഗുന്ന. എന്നിട്ട് ഖത്തീബ് ഉസ്താദ് നമുക്ക് ഇമാമത്ത് ഒന്നും മയ്യത്തസ്കാരത്തിന് തീർന്ന്. ഖത്തീബ് എല്ലാ ദിവസവും നമുക്ക് ഫാത്തിഹ ഉണ്ടാവോ? പറയ്, നമുക്കുണ്ടാവോ? നമ്മളെ മക്കളെന്നെ നമ്മളെ ഖബറിന്റെ പരിസരത്ത് വരണ്ടേ? അതിന് സമ്പാദിക്കണ്ടേ? നമ്മളെ മക്കളെ ആഖിറം സമ്പാദിക്കണ്ടേ? അല്ലിമു ഔലാദക്കും അസ്സുന്നത വൽ ജമാഅ എന്നല്ലേ? മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണ്ടേ? അതിനല്ലേ നമ്മൾ വളർത്തേണ്ടത്? മദ്രസയിൽ 6ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ ഡിഗ്രിയും PGയും കഴിഞ്ഞ പിള്ളേരല്ലേ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോ ഷിർക്കാണ് എന്നുള്ള വാദമായിട്ട് വരുന്നത്. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 4 കരാറിൽ ഒപ്പിട്ടു. ബദർ, മങ്കൂസ്, ഷറഫുലനാം, ബുർദ, ഷിർക്കാകുന്നു. അപ്പൊ ഹോർമൂസ് കടലെടുക്ക് ഇനി തുറക്കാം. അടിപൊളി. എന്തുകൊണ്ടാ പിള്ളേര് ഈ ദുരവസ്ഥയിലേക്ക് പോരുന്നത്?
എന്തുകൊണ്ടാ പോരുന്നത്? വേറൊന്നുമല്ല അതിന്റെ കാരണം, ഒറ്റ കാരണേ ഉള്ളൂ, നമ്മളെ മക്കൾക്ക് ദീൻ കൊടുക്കുന്നില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന്റെ ഒരു വിശദീകരണം തന്നെ അല്ലിമു ഔലാദകും അസ്സുന്നത വൽ ജമാഅ. മക്കളെ സുന്നിയാക്കണം. കുട്ടികളെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സ്മൈലിന്റെ, സ്മാർട്ട് കോറിന്റെ, SSFന്റെ ആ കൂട്ടുകാരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. യൂണിറ്റില് കുട്ടികൾക്ക് നടത്തുന്ന പദ്ധതികളിലൊക്കെ അവരെ ഇടപെടിപ്പിക്കണം. വെറും ഭൗതിക തലത്തിൽ മാത്രം മക്കളെ വളർത്തിയാല് നമുക്ക് അവരെ കൊണ്ട് കിട്ടേണ്ട കാലത്തൊന്നും കിട്ടാതാവുന്നു മാത്രമല്ല, നഷ്ടം സംഭവിച്ച് യബില്ലഹുൽ ഖബ്നു ഫീ ബൈഇൻ വ ഫീ സലമി, നടത്തിയ 65 കൊല്ലത്തെ കച്ചവടം നഷ്ടാവും. നമ്മളെ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലാസ്റ്റത്തെ പോയിന്റ് ഇങ്ങനെ പറഞ്ഞ് നിർത്താനാ വിചാരിക്കണം. 5, നമ്മളെ മക്കൾക്ക് നല്ലോണം കഥ പറഞ്ഞു കൊടുക്കണം. നല്ലോണം കഥ പറഞ്ഞു കൊടുക്കണം. നല്ല കഥ പറയണം. ഇവിടെ കിസ്സപ്പാട്ടാ നടക്കാൻ പോണത്. അപ്പൊ ഇവിടെ കഥ എന്തായാലും കേൾക്കാൻ പോകുന്നുണ്ട്. മനോഹരമായി നമ്മൾ കഥകൾ കേൾക്കണം. കുഞ്ഞിളം പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കഥ കേൾപ്പിക്കണം. പാട്ടായും സംസാരമായും ഗദ്യമായും പദ്യമായിട്ടും ഈ കഥകൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട് കുട്ടികൾ നന്നാവുന്നിടത്ത്. ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ അത് പറയുന്നുണ്ട്. IPBയുടെ തേൻതുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്കൊന്ന് വാങ്ങിക്കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയോ ഉമ്മ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ വലിയ ഉപകാരം ഉണ്ടാവും. ഫാറൂഖ് നെയ്മിസ്തൈന്റെ തൊയ്ബ സെന്ററും പുറത്തിറക്കിയിട്ടുണ്ട് കുറെ നബി കഥകൾ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതും മലയാളം വായിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ സുന്നത്തമ്മത്തിന്റെ പ്രസിദ്ധീകരണങ്ങളായിട്ട് നമുക്ക് ലഭ്യമാണത്. കുട്ടികൾക്ക് ഈ സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്താനുള്ള മെച്ചം ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹ്യയിൽ പറയുന്നുണ്ട്. ലിയൻഅരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ, അവരെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം ചെറുപ്പത്തിലേ അങ്ങ് ഉറക്കും. മുഹിയുദ്ദീൻ ശൈഖിനെ അറിയോ മോനിക്ക്? നഫീസത്ത് മാല, ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേന്ന് തുടങ്ങുമ്പോ നഫീസത്ത് ബീവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഭയങ്കര ഫലമായിരിക്കും. വേറെ എന്ത് ടോക്കിനേക്കാളും ഫലം കൂടും എത്ര സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുത്താല്. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുത്താല്. എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു അനുഭവം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞാൻ നിർത്താം. എന്റെ നാട്ടിന്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ, അയാള് കല്യാണം കഴിച്ച വീട്ടിൽ അഥവാ ഭാര്യ വീട്ടില് ഒരു ടാബ് വീണ് പൊട്ടിയത്രേ. ടാബ് ഉണ്ടല്ലോ, വീണ് പൊട്ടി, എന്റെ ഡിസ്പ്ലേ പൊട്ടി. അപ്പൊ എന്റെ ഭാര്യന്റെ ഉമ്മ എന്റെ ഭാര്യന്റെ അനുജനോടും അനുജത്തിനോടും ചോദിച്ചത്രേ, ആരാ പൊട്ടിച്ചത്, സത്യം പറയണോ? അവര് പറഞ്ഞു നമ്മളല്ല, ഗെയിം കളിക്കാൻ തരാത്തോണ്ട് പൊട്ടിച്ചതായിരിക്കും, സത്യം പറഞ്ഞോളൂ. ഒന്നും ചെയ്യൂല, പറയൂ. അല്ല നമ്മളല്ല. ഷുവർ നമ്മളെ. പിന്നെ ആരാ ഇത് പൊട്ടിക്കേണ്ടത്? പിന്നെ ആകെ ഒരു സാധ്യത എന്നോട് ഈ കഥ പറയുന്ന സുഹൃത്തിന്റെ മോനാണ്. അതെന്തായാലും പൊട്ടിക്കൂല, കാരണം ചെറിയ മോനാണ്, LKGയിൽ പഠിക്കുന്ന കുട്ടിയാണ്. തട്ടിന്റെ മേലെ വെച്ചിരിക്കുന്ന ടാബ് ഇവന്റെ കയ്യിൽ എത്തുന്ന ഡിസ്റ്റൻസ് അല്ല, കുറച്ച് ഉയരത്തിലാണ്. മോനല്ലല്ലോ, ഞാൻ തന്നെ. ഉമ്മാമ ഞാൻ എന്നെ പൊട്ടിച്ചു. നീയോ? നീ എങ്ങനെ പൊട്ടിച്ചത്? അത് ബോളും ബാറ്റും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് സ്റ്റൂള് വെച്ചിട്ട് കേറിയപ്പോ എന്റെ കൈ തട്ടിയിട്ട് ടാബ് വീണ് പൊട്ടിയതാണ്. അമ്പടാ. എന്നിട്ട് പിന്നെ വെറുതെ ബാക്കിയുള്ള ആളെ പറയുന്നു. നീ എന്താ അങ്ങനെ തുറന്നു പറയാനുള്ള കാരണം? സത്യം പറയാനുള്ള കാരണം എന്താ? സത്യം പറയാനുള്ള കാരണം ഉമ്മാമല്ലേ മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറയല്ല. യെസ്, മുഹിയുദ്ദീൻ മാലക്ക് ജീവനുള്ള വീട്ടില് സ്വാലിഹീങ്ങൾ ഇപ്പോഴും വളരും. വെറുതെ ജെൻസി, ഇൻസ്റ്റ, ആൽഫ ജനറേഷൻ മറ്റൊന്ന് കുറ്റപ്പെടുത്തണ്ട. നമുക്ക് മക്കളെ നന്നാക്കാൻ കഴിയാത്തതിന്റെ കുറെ ന്യായങ്ങൾ നമ്മൾ വെറുതെ നിരത്തരുത്. മക്കൾക്ക് സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഇശാ മഗ്‌രിബിനിടയിൽ മാലയും ബുർദയും മൗലിദുകളൊക്കെ തിരിച്ചു വരണം നമ്മുടെ വീട്ടില്. ഉറപ്പ്. അതിന് ഫലം അല്ലാഹു തരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ.